സ്കിപ്പ് ചെയ്യല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ 3 ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ഫാക്ട്സ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അവസാന ഭാഗത്താണ് ഓർഗനൈസേഷൻസിൻ്റെ പേര്, രൂപം കൊണ്ട വർഷം, പിന്നെ അതിൻ്റെ ആസ്ഥാനം എന്നുള്ള രീതിയിൽ ഒരു ലിസ്റ്റാക്കിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഭാഗങ്ങളും എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ ടൈം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇത് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ PSC ചോദിച്ച ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാരി വലിച്ച് പഠിക്കത്തില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ് പഠിക്കുകയും ചെയ്യത്തുള്ളൂ. നമ്മുടെ ചെവിയിലേക്ക് ആവശ്യത്തിനുള്ളത് ഇത് എക്സാമിന് വരും എന്നുള്ള ആ പോയിന്റ് നമ്മുടെ തലയിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ PSCക്ക് വരുന്ന രീതിയിൽ പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, WTOയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം, ലോക വിഭവങ്ങളുടെ ഒപ്റ്റിമൽ വിനിയോഗം ഉറപ്പിക്കാൻ ഒരു നിയമാധിഷ്ഠിത വ്യാപാര വ്യവസ്ഥ സ്ഥാപിക്കുക എന്നതാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ അന്നേരം നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 2022 വന്നതാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓപ്ഷൻസ് കൊടുത്ത് നോക്കൂ. 1, 2, 3 മാത്രം ശരി, 1, 2 മാത്രം ശരി, 4 മാത്രം ശരി, 1, 3 മാത്രം ശരി. അപ്പം ക്വസ്റ്റ്യനും ഓപ്ഷനും നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാൻ. ഇതിൽ ഐക്യരാഷ്ട്ര സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സഭയുടെ സ്ഥിര അംഗമല്ലാത്ത അംഗങ്ങൾക്കും വീറ്റോ അധികാരം ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പം ഐക്യരാഷ്ട്ര സഭയിൽ സ്ഥിര അംഗമല്ലാത്ത ആൾക്കാർക്ക് വീറ്റോ അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ നോക്കാം. അടുത്ത ഡിഗ്രി പ്രിലിംസ് 2025 ചോദിച്ചതാണ്. വിച്ച് among the following is or are the main aim of UNO? എല്ലാം ശരിയാണ്. To maintain international peace and security, to develop friendly relations among nations, to achieve international cooperation in solving international problems, promoting respect for human rights and fundamental freedoms. All of the above ആണ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒരേപോലെ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. അതുകൊണ്ട് രണ്ടിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ വളരെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ടോപ്പിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, UNO is recognized as the most important international organization of the contemporary world. Its first secretary general was from Norway. Identify the secretary general. ആരാണ്? ട്രൈഗ് ലൈ ആണ്. അടുത്തത് ഡിഗ്രി മെയിൻസിന് 2022 ചോദിച്ചാണ്. വിച്ച് ഓർഗനൈസേഷൻ ഓഫ് ദി UNO ഈസ് നോൺ as ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ്? ദ ജനറൽ അസംബ്ലി ആണ് അറിയപ്പെടുന്നത്. പെട്ടി വന്നു. 2023 LDCയിൽ ചോദിച്ചതാണ്. WTO ടെർമിനോളജിയാണ്. കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ഇത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലും കൂടെ കൊടുത്തിരിക്കുന്നത്. WTO ടെർമിനോളജി, അഗ്രികൾച്ചർ സബ്സിഡീസ് ആർ ഐഡന്റിഫൈഡ് ആസ് ബോക്സസ്. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് കം അണ്ടർ വിച്ച് ബോക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. S and D ബോക്സ് ആണ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി പ്രിലിംസ് 2021 ചോദിച്ചതാണ്. താഴെ പറയുന്ന ഏത് പ്രസ്താവന ആണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? UNO രൂപീകരിച്ച അന്തർദേശീയ സമാധാനവും സുരക്ഷിതവും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് ശരിയാണ്. WTO UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിക്കുന്നു. ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. ഇതിൽ തെറ്റായിട്ടുള്ളത് 3 മാത്രമാണ്. WTO UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയല്ല, ഏജൻസിയാണ്. ഇതിൻ്റെ ഘടനയിൽ പൊതുസഭ, സെക്രട്ടേറിയറ്റ് അങ്ങനെ കുറച്ച് ഘടകങ്ങളുണ്ട്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് WTO. അപ്പോൾ അത് പറയുമ്പോൾ ഇത് പറയാം. അടുത്ത ഡിഗ്രി പ്രിലിംസ് 2023 UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ
2ഉം 3ഉം മാത്രമാണ് ശരിയുള്ളൂ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഏതെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കുകയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു. അതുപോലെ തന്നെ ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനത്തിൽ റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ എന്നിവർ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ലോക കുടുംബത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ഇത് രണ്ടുമാണ് ഇതിലെ ശരിയായ വസ്തുതകൾ. അടുത്തത് ഡിഗ്രി മെയിൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഐക്യരാഷ്ട്ര സഭയുടെ സ്ഥിരാംഗമല്ലാത്ത അംഗങ്ങൾക്ക് വീറ്റോ അധികാരം ഉണ്ടായിരുന്നു. ഇത് നമ്മളൊന്ന് പറഞ്ഞതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ ഭാഗത്ത് നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇട്ടത്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ആണ്. ഒന്നുകൂടെ പറയാം. ഐക്യരാഷ്ട്ര സംഘടന യുഎന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് സർവ്വരാജ്യ സഖ്യമാണ്, അതായത് ലീഗ് ഓഫ് നേഷൻസ്. 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നു. ആ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് 1919 വേഴ്സായ് ഉടമ്പടി. 1914 മുതൽ 18 വരെ ഉണ്ടായിരുന്ന ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത് 1919 വേഴ്സായ് ഉടമ്പടിയോടെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സർവ്വരാജ്യ സഖ്യം എന്ന സംഘടന രൂപീകരിക്കുന്നു. 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കുന്നത്. 1920 ജനുവരി 10. എന്തിനു വേണ്ടിയിട്ടാണ് സർവ്വരാജ്യ സഖ്യം രൂപീകരിച്ചത്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു സർവ്വരാജ്യ സഖ്യം. 1920 ജനുവരി 10. ഈ സർവ്വരാജ്യ സഖ്യം രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള വ്യക്തിയാണ് വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. വുഡ്രോ വിൽസണെയാണ് സർവ്വരാജ്യ സഖ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ നടക്കുന്നു. അത് വേഴ്സായ് ഉടമ്പടിയിലൂടെ 1919 വേഴ്സായ് ഉടമ്പടിയിലൂടെ കൂടി അവസാനിക്കുന്നു. ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം എന്ന സംഘടന രൂപം കൊള്ളുന്നു. അതിന്റെ ആസ്ഥാനം ജനീവയാണ്. അതിന്റെ പിതാവ്, അതിങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് വുഡ്രോ വിൽസൺ ആണ്. ഈ വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ അമേരിക്ക എന്ന രാജ്യം ഈ സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലായിരുന്നു. അതാണ് അവിടുത്തെ പോയിന്റ്. അമേരിക്ക അവിടെ അംഗമല്ലായിരുന്നു സർവ്വരാജ്യ സഖ്യത്തിൽ. പക്ഷേ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നു അമേരിക്കക്കാരനായ വുഡ്രോ വിൽസൺ. അമേരിക്ക മാത്രമല്ല കേട്ടോ അംഗമല്ലാതിരുന്നത്. അമേരിക്കയും റഷ്യയും ജർമ്മനിയുമാണ് മെയിനായിട്ട് നിന്നിരുന്നത്. ആ 3 രാജ്യങ്ങളും ഈ സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലായിരുന്നു. ഈ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ജെയിംസ് ഡ്രമണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ജെയിംസ് ഡ്രമണ്ടും അവസാനത്തെ സെക്രട്ടറി ജനറൽ സീൻ ലെസ്റ്ററുമായിരുന്നു. സീൻ ലെസ്റ്റർ അവസാനമായപ്പോഴേക്കും സീൻ കോൺട്രയായി. സീൻ ലെസ്റ്റർ ഡ്രമണ്ട്. ആദ്യത്തെ ആള് ജെയിംസ് ഡ്രമണ്ട്, ലാസ്റ്റ് ആള് സീൻ ലെസ്റ്റർ. ഇത് സർവ്വരാജ്യ സഖ്യത്തിന്റെ ആണെന്ന് ഓർത്തിരിക്കണം. ഇനി 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. 1939 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. അപ്പം ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടനയായിരുന്നു ഈ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. അപ്പം ഈ സർവ്വരാജ്യ സഖ്യം ഫെയിലിയർ ആയതുകൊണ്ട് 1946 ഏപ്രിൽ 20 ഈ സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിടുന്നു. 1946 ഏപ്രിൽ 20 പിരിച്ചുവിടുന്നത്. ഒന്നുകൂടെ പറയുന്നു, വേഴ്സായ് ഉടമ്പടി പ്രകാരം ഒന്നാം ലോക യുദ്ധം അവസാനിക്കുന്നു 1919. പിന്നീട് സർവ്വരാജ്യ സഖ്യം എന്ന സംഘടന രൂപം കൊള്ളുന്നു 1920 ജനുവരി 10. ആസ്ഥാനം ജനീവയാണ്. അതിന് കാരണമായത്, ആശയം കൊണ്ടുവന്നത് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ ആണ് ലീഗ് ഓഫ് നേഷൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതും ഈ സർവ്വരാജ്യ സഖ്യമാണ്. ഈ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ജെയിംസ് ഡ്രമണ്ടും ലാസ്റ്റ് സീൻ ലെസ്റ്ററുമാണ്. 1946 ഏപ്രിൽ 20 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിടുന്നു.
ഇനി നമുക്ക് ഐക്യരാഷ്ട്രസഭയെ പറ്റി നോക്കാം. അതിൻ്റെ ഓവറോൾ നോക്കി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മോഡലിലേക്ക് വരാം. UNOയുടെ ചുരുക്കമായിട്ട് UN എന്നാണ് പറയുക. UNO എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടനയാണ് UNO. ഈ UN എന്ന സംഘടനയുടെ ഘടനയും അതിൻ്റെ റിഫോംസും അതിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുമാണ് +2 സയൻസിൽ, +2 പൊളിറ്റിക്കൽ സയൻസിൽ 6ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ഇനി മൂന്നാമതൊരു ലോകയുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ രൂപം കൊള്ളുന്നത്. 1945 ഒക്ടോബർ 24 രൂപം കൊള്ളുന്നു. ഈ സംഘടന ഒക്ടോബർ 24 1945 ഒക്ടോബർ 24 രൂപം കൊള്ളുകയും ഇന്ത്യ 1945 ഒക്ടോബർ 30 അതായത് അതേ വർഷം അതേ മാസം വെറും 6 ദിവസത്തിന് ശേഷം ഇന്ത്യയും അതിൽ അംഗമാകുന്നു. ഒന്നോടെ പറയാം, ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നത് 1945 ഒക്ടോബർ 24, ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമാകുന്നത് 1945 ഒക്ടോബർ 30. അതുപോലെ തന്നെ ഈ സംഘടനയുടെ പ്രധാന ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ഇതൊരു സംഘടനയാകുമ്പോൾ ഇതിൻ്റെ ആ സംഘടനയുടെ ഘടന എന്താണ്, അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 ഘടകങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. ഈ 6 ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന സംഘടന. അതിൽ ആദ്യത്തെ സഭയാണ് പൊതുസഭ അഥവാ ജനറൽ അസംബ്ലി. രണ്ടാമത്തേത് സെക്യൂരിറ്റി കൗൺസിൽ അഥവാ സുരക്ഷാ സമിതി. മൂന്നാമത്തേത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ അഥവാ സാമ്പത്തിക സാമൂഹിക സമിതി. നാലാമത്തേത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അഞ്ചാമത്തേത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ആറാമത്തേത് സെക്രട്ടേറിയറ്റ്. ഇങ്ങനെ 6 ഘടകങ്ങളാണ് ഉള്ളത്. ഈ 6 ഘടകങ്ങൾ ഉൾപ്പെട്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്നറിയപ്പെടുന്ന ഈ അന്താരാഷ്ട്ര സംഘടന. നമുക്ക് ആദ്യം UNൻ്റെ ഈ 6 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയ ശേഷം UNൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. ഇനി ഇതിൽ ആദ്യത്തെ ഘടകമാണ് ജനറൽ അസംബ്ലി അഥവാ പൊതുസഭ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ UNൽ ഏതൊക്കെ രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ടോ അവരെല്ലാം ഈ പൊതുസഭയുടെയും അംഗങ്ങളാണ്. നിലവിൽ 193 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. ഈ 193 അംഗങ്ങളും ഈ പൊതുസഭയുടെയും അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ UNൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് ഈ പൊതുസഭ എന്ന് പറയുന്നത്. ഈ പൊതുസഭയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം നമ്മൾ പറഞ്ഞു 193 എന്നാണ്. ഈ അംഗരാജ്യങ്ങൾക്ക് ഒരാൾക്ക് ഒരു രാജ്യത്തിന് ഒരു വോട്ട് എന്ന രീതിക്കാണ്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിക്കല്ല, ഒരു അംഗത്തിനല്ല, ഒരു രാഷ്ട്രത്തിന് ഒരു വോട്ട് എന്ന രീതിക്കാണ്. അതായത് ഒരു അംഗരാഷ്ട്രത്തിന് ഈ പൊതുസഭയിൽ 5 അംഗങ്ങളെ വീതം അയക്കാം. ഈ പൊതുസഭ കൂടുമ്പോൾ 5 അംഗങ്ങളെ വീതം ഇതിൻ്റെ അകത്തേക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അയക്കാം. പക്ഷേ അവിടെ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും പ്രമേയത്തിൽ ഈ ഓരോ അംഗത്തിനും ഇല്ല, ഒരു രാഷ്ട്രത്തിന് ഒരു വോട്ട് എന്ന രീതിയിലാണ് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രാഷ്ട്രത്തിന് ഒരു വോട്ട് എന്ന രീതിയിലാണ് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു അംഗരാഷ്ട്രത്തിന് പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ വീതം അയക്കാം. ഇനി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ പൊതുസഭയ്ക്കാണ്. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വം ഈ പൊതുസഭയ്ക്കാണ്. ഇനി ഈ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. അന്റോണിയോ ഗുട്ടറസ് ആണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് നിലവിലുള്ളത്. ഇനി ഈ UNൻ്റെ പൊതുസഭയ്ക്ക് വേറെയും വിശേഷണങ്ങളുണ്ട്. ഏറ്റവും വലിയ ഘടകമാണ് എന്ന് പറഞ്ഞു. പൊതുസഭ എന്ന് പറയുന്നത് ഈ UNൻ്റെ ഏറ്റവും വലിയ ഘടകമാണെന്ന് പറഞ്ഞു. അതുകൂടാതെ ലോക പാർലമെന്റ്, രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നിങ്ങനെയും ഈ UNൻ്റെ ഈ പൊതുസഭയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ലോക പാർലമെന്റ് എന്നും രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നും വിശേഷണമുണ്ട്. എന്നാൽ വാക്ക് ഫാക്ടറി എന്ന പരിഹാസ പേരിലും അറിയപ്പെടുന്നു ഈ പൊതുസഭ.
അപ്പോൾ പൊതുസഭയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. UN-ന്റെ ഏറ്റവും വലിയ ഘടകമാണ് ഈ പൊതുസഭ എന്ന് പറയുന്നത്. 193 അംഗങ്ങളാണുള്ളത്. ഓരോ രാജ്യത്തിനും 5 അംഗങ്ങളെ വീതം അയക്കാമെങ്കിലും ഒരു രാഷ്ട്രത്തിന് ഒരു വോട്ട് മാത്രമേ എന്തെങ്കിലും പ്രമേയം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ പൊതുസഭയ്ക്കാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ ലോക പാർലമെന്റ് എന്നും രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നും വാക് ഫാക്ടറി എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പുതിയൊരു രാജ്യം ഈ UNOയിൽ ചേരണമെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഈ ജനറൽ അസംബ്ലിയിലെ മെമ്പേഴ്സ് വോട്ട് ചെയ്ത് ഭൂരിപക്ഷത്തിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ഈ ജനറൽ അസംബ്ലിയിലെ ഭൂരിപക്ഷത്തിനനുസരിച്ചാണ് അവർ ചേരണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അതായത് പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുവാനുള്ള അധികാരമുള്ളത് ഈ പൊതുസഭയ്ക്കാണ്. ഈ പൊതുസഭയുടെ ഭൂരിപക്ഷത്തിനനുസരിച്ചായിരിക്കും. ഈ ഭൂരിപക്ഷത്തിനനുസരിച്ചായിരിക്കും അവിടുത്തെ തീരുമാനങ്ങൾ വരിക. രണ്ടാമതായിട്ടുള്ളത് സുരക്ഷാ സമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിലാണ്. ഈ 6 ഘടകങ്ങളിൽ UN-ന്റെ 6 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഘടകമാണ് ഈ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്ത് ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ ക്രമസമാധാനം നിലനിർത്തുന്നത് ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഉത്തരവാദിത്വമാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് അതൊക്കെ നടക്കുന്നത്. ഇനി ഈ രക്ഷാസമിതിയിലെ അംഗങ്ങൾ നോക്കുകയാണെങ്കിൽ മൊത്തം 15 അംഗങ്ങളുണ്ട്. ഇതിൽ 5 സ്ഥിര അംഗങ്ങളും 2 വർഷ കാലാവധിയിൽ തിരഞ്ഞെടുക്കുന്ന 10 താൽക്കാലിക അംഗങ്ങളുമാണ്. 10 താൽക്കാലിക അംഗങ്ങളും 5 സ്ഥിര അംഗങ്ങളുമാണ്. 10 താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 2 വർഷത്തേക്കുള്ള കാലാവധിയിലാണ്. എന്നാൽ 5 സ്ഥിര അംഗങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളാണ്. ഏതൊക്കെയാണ്? US, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. ഈ 5 രാഷ്ട്രങ്ങളാണ്. അതിന് ഓർത്തിരിക്കാനുള്ള കോഡ് റിസ്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് RUSK ആണ്. 6 റഷ്യ, 6U വേണമെങ്കിൽ റഷ്യ എടുക്കാം, US, C ഫോർ ചൈന, 4ന്റെ F ഫ്രാൻസ്, ബ്രേക്ക്ഫാസ്റ്റ് BR ബ്രിട്ടൻ. ഓക്കെ, റെസ്റ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ 5 പെർമനന്റ് രാജ്യങ്ങൾ. ഈ 5 സ്ഥിര അംഗങ്ങൾക്ക് മാത്രമുള്ള അധികാരമാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ഈ വീറ്റോ അധികാരം എവിടെ വരുന്നതാണ്? രക്ഷാസമിതിയിൽ വരുന്നതാണ്. അതേസമയം നമ്മൾ പൊതുസഭ പറഞ്ഞപ്പോൾ അവിടെയുള്ള അംഗങ്ങൾക്ക് ഓരോ രാഷ്ട്രത്തിനും ഓരോ വോട്ട് വീതം ഉണ്ട്. അവിടെ ഭൂരിപക്ഷം അനുസരിച്ചാണ് അവിടുത്തെ തീരുമാനങ്ങൾ വരുന്നത്. മനുഷ്യാവകാശങ്ങളാണ് കൂടുതലായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും തീരുമാനമെടുക്കുന്നതും. എന്നാൽ സെക്യൂരിറ്റി കൗൺസിലിൽ വരുന്നത് വീറ്റോ പവറാണ്. ഈ 5 രാഷ്ട്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഈ 5 രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് വീറ്റോ പവർ ഉള്ളത്. അതായത് UN-ൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ് എങ്കിൽ ഈ സുരക്ഷാ സമിതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ് എങ്കിൽ ഈ 5 രാജ്യങ്ങളിൽ, ഈ പെർമനൻ്റ് ആയിട്ടുള്ള 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം അതിനെ എതിർത്ത് നിൽക്കുകയാണ് എങ്കിൽ ആ പ്രമേയം പാസ്സാക്കപ്പെടുകയില്ല. അതാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾ എതിർത്ത് നിന്നാൽ ആ പ്രമേയം പാസ്സാക്കില്ല. അതേസമയം ഈ 5 രാജ്യങ്ങളും അതിനോട് യോജിക്കുകയാണ് എങ്കിൽ ആ പ്രമേയം പാസ്സാക്കപ്പെടും. വീറ്റോ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ലോകത്ത് സൈനിക ഇടപെടലുകളൊക്കെ നടത്തുന്നത് ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ്. UN സ്ഥാപിക്കപ്പെട്ടപ്പോൾ മുതൽ തന്നെ ഈ 5 രാഷ്ട്രങ്ങളും പെർമനന്റ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടെമ്പററി ആയിട്ടുള്ള 10 അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ വീറ്റോ പവർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്തിന്, ഈ ഘടകത്തിനെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നും അറിയപ്പെടുന്നു. ഒന്നോടെ പറയാം, ഈ സെക്യൂരിറ്റി കൗൺസിൽ അഥവാ രക്ഷാസമിതി എന്ന് പറയുന്നത് ഈ രക്ഷാസമിതിയിലെ ഏറ്റവും ഈ UN-ന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ ഘടകമാണ്. രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളും 2 വർഷ കാലാവധിയിൽ തിരഞ്ഞെടുക്കുന്ന 10 താൽക്കാലിക അംഗങ്ങളും ഉണ്ടാവും. സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് റെസ്റ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് US, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ഈ 5 രാജ്യങ്ങൾക്കുമാണ് വീറ്റോ പവർ ഉള്ളൂ. അതുപോലെ തന്നെ മിലിറ്ററി അസിസ്റ്റൻസ് ഒക്കെ വേറെ രാജ്യങ്ങൾക്ക് കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് നൽകുന്നതും ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെ അനുമതിയോടുകൂടിയായിരിക്കും. ഇതിനെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നും പറയുന്നു. രക്ഷാസമിതി സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ അധികാരം രക്ഷാസമിതിയിലുള്ള സ്ഥിരാംഗങ്ങൾക്ക്. ഇനി 2 വർഷ കാലാവധിയിലാണ് ഈ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ തവണ താൽക്കാലിക അംഗമായ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഇനി ഒരു കാര്യം,
ഈ UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗ പദവിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് G4 എന്ന് പറയുന്നത്. G4 എന്ന് പറയുമ്പോൾ 4 എന്ന് ഉദ്ദേശിക്കുന്നത് 4 4 രാജ്യങ്ങളായിരിക്കുമല്ലോ. അപ്പം G4 എന്ന് പറയുന്ന ഇത് ഈ UN രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വ പദവി ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അതാരൊക്കെയാണ്? ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. നമുക്ക് ബ്രിട്ടൻ അല്ല, ബ്രസീലാണെന്ന് ഓർക്കാം. ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. ഈ 4 രാജ്യങ്ങളാണ് G4-ലുള്ളത്. UN-ലെ രക്ഷാസമിതിയിലേക്ക് സ്ഥിര പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇനി ഈ G4 കൂട്ടായ്മയെ എതിർക്കുന്ന രാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണ് കോഫി ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ G4 കൂട്ടായ്മ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് സ്ഥിര അംഗങ്ങളാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ത്യ ഉൾപ്പെടെയുള്ള 4 രാജ്യങ്ങൾ. അതിനെ എതിർക്കുന്ന രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് കോഫി ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇറ്റലിയുടെ നേതൃത്വത്തിലുള്ള ഈ കോഫി ക്ലബ്ബിൽ 12 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഇറ്റലിയാണ് കോഫി ക്ലബ്ബിൽ മെയിനായിട്ട് നിൽക്കുന്നത്. 12 രാജ്യങ്ങളും ഉണ്ട്. ഇനി യൂണിറ്റിംഗ് ഫോർ കൺസെൻസസ് ഗ്രൂപ്പ് എന്നും ഈ കോഫി ക്ലബിനെ അറിയപ്പെടുന്നു. യൂണിറ്റിംഗ് ഫോർ കൺസെൻസസ് എന്നും ഈ കോഫി ക്ലബ്ബ് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ G4 കൂട്ടായ്മയിലുള്ളതാണ് ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. അതുകൂടെ ഓർത്തിരിക്കാം. അടുത്ത ഘടകം എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. അതായത് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയും. അത് UN-ൻ്റെ അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക, അതുപോലെ തന്നെ സാമൂഹ്യ നിർവഹണങ്ങൾ, ഈ പോവർട്ടി ഇറാഡിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ സമിതിയുടെ ഉദ്ദേശം. അതായത് UN-ന് വിവിധ ഘടകങ്ങളുണ്ടല്ലോ, ഏജൻസികളും ഉണ്ട്. അപ്പോൾ യുദ്ധവും സമാധാനവും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതയും ഒക്കെ പൊതുസഭയിലാണ് എടുക്കുന്നത്. അതോടെ തന്നെ സുരക്ഷാ സമിതിയിലും ചർച്ച ചെയ്യപ്പെടും. പക്ഷെ സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ ലോക ആരോഗ്യ സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്ര സംഘടന, മനുഷ്യാവകാശ കമ്മീഷൻ, അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര ഹൈ കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് യുണിസെഫ്, പിന്നെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ യുനെസ്കോ തുടങ്ങിയ ഏജൻസികളൊക്കെ ഉണ്ട്. ഇതിവിടെ പറയുന്നുണ്ട്. അതായത് നിർവഹണ കമ്മീഷൻ എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ, ഔഷധം, പിന്നെ മയക്കുമരുന്ന്, സ്ത്രീകളുടെ പദവി, സുസ്ഥിര വികസനം, ഇതൊക്കെയാണ് ഈ നിർവഹണ കമ്മീഷനിൽ വരുന്നത്. ഇത് സാമ്പത്തിക സാമൂഹ്യ സമിതിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് സാമ്പത്തിക സാമൂഹ്യ സമിതിയിൽ അടിയിൽ വരുന്നതാണ് ഈ പ്രാദേശിക കമ്മീഷൻ എന്ന് പറയുന്നത്. ഓരോ പ്രത്യേക, അതായത് പശ്ചിമ ഏഷ്യ, പിന്നെ ലാറ്റിൻ അമേരിക്ക, അങ്ങനെ ഓരോ ഏരിയ തിരിച്ചുള്ള കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക ഏജൻസികളുണ്ട്. ഈ പ്രത്യേക ഏജൻസികളാണ് ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം അന്തർദേശീയ തൊഴിലാളി സംഘടന ILO, ഭക്ഷ്യ കാർഷിക സംഘടന. ഇത് നോക്കി വെക്കണം, കാരണം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് വന്നിരുന്നു. ഒരു മോഡൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നോക്കിയിരുന്നു. വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക യുനെസ്കോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിൻ്റെ കീഴിലാണ്, ലോക ബാങ്ക്, അന്തർദേശീയ നാണയനിധി, അന്തർദേശീയ സമുദ്ര സംഘടന, ലോക കാലാവസ്ഥാ സംഘടന, അന്തർദേശീയ വാർത്താവിനിമയ സംഘടന. ഇതൊക്കെ വരുന്നത് പ്രത്യേക ഏജൻസിയിലാണ് വരുന്നത്. പക്ഷേ അനുബന്ധ സംഘടനയിൽ വരുന്നതാണ് ലോക വ്യാപാര സംഘടന. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രത്യേക ഏജൻസിയിൽ കീഴിൽ വരുന്നതായിരുന്നു ലോക വ്യാപാര സംഘടന എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. പക്ഷേ ലോക വ്യാപാര സംഘടന വരുന്നത് അനുബന്ധ സംഘടനയിലാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് പറയാം UN-ൻ്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുകയാണ് ഈ സാമ്പത്തിക സാമൂഹ്യ സമിതി. അതുകൊണ്ട് തന്നെ ഇതിനെ ചുരുക്കി എക്കോസോക്ക് എന്നും പറയാറുണ്ട്. ഇതിലെ അംഗസംഖ്യ 54 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് ഈ 54 രാഷ്ട്രങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് തന്നെയാണ്. അത് ഇപ്പോൾ പറഞ്ഞത് തന്നെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യാവകാശ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിക്കുമൊക്കെയാണ് ഈ സമിതി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യപരമായും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒരു ഉന്നത ജീവിത നിലവാരം ഈ ലോകത്തെ ഓരോ മനുഷ്യർക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആത്യന്തികമായി ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ പറ്റൂ എന്ന് UN വിശ്വസിക്കുന്നു. ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് സാമ്പത്തിക സാമൂഹ്യ സമിതി രൂപം കൊണ്ടത്. ഇത് നടപ്പിലാക്കുന്നത് കമ്മീഷനുകളുടെയും കമ്മിറ്റികളുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നതും.
അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് നമ്മളിപ്പോൾ പറഞ്ഞ യുനെസ്കോ, ILO, അതുപോലെ WHO, FAO തുടങ്ങിയവയൊക്കെ. ഇനി ഈ UN-ൻ്റെ ഒരു പ്രധാന ഇതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്സിലെ ഹേഗാണ്. അപ്പം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള UN-ൻ്റെ ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. 15 ജഡ്ജിമാരാണ് ഈ ഒരു കോടതിയിൽ ഉൾപ്പെടുന്നത്. പൊതുസഭയുടെയും ഈ രക്ഷാസമിതിയും കൂടെ ചേർന്നിട്ടാണ് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഈ ജഡ്ജിമാരുടെ കാലാവധി പക്ഷേ 9 വർഷമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായ ഇന്ത്യക്കാരനാണ് ജസ്റ്റിസ് ദൽബീർ ഭണ്ഡാരി എന്ന് പറയുന്നത്. പക്ഷേ ഈ നീതിന്യായ കോടതിക്കും ഇങ്ങനെ ഒരു കോടതി ഉണ്ടെങ്കിലും പക്ഷേ ഇംപ്ലിമെൻറ്റേഷന് കുറേ പരിധികളുണ്ട്. കാരണം രാജ്യങ്ങൾ അംഗീകരിക്കണമല്ലോ, അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത് അംഗീകരിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിന് കുറേ പരിധികളുണ്ട്. 5-ാമത്തെ ഘടകം എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്, അതായത് പരിരക്ഷണ സമിതി എന്ന് മലയാളത്തിൽ പറയും. ഇത് UN-ൻ്റെ കാലഹരണപ്പെട്ട ഒരു സമിതിയാണ്. അതായത് UN-ൻ്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്നത് പരിരക്ഷണ സമിതിയാണ്. അപ്പോൾ 11 രാഷ്ട്രങ്ങളായിരുന്നു ഈ ട്രസ്റ്റികളായി UN-ൽ ഉണ്ടായിരുന്നത്. ഈ 11 ട്രസ്റ്റികളും സ്വാതന്ത്ര്യമായി കഴിഞ്ഞപ്പോൾ ഈ സമിതി ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവസാനത്തെ UN ട്രസ്റ്റ് പ്രദേശമായിരുന്നു പലാവു എന്ന് പറയുന്നത്. ഇത് 1994 നവംബർ 1-ന് സ്വാതന്ത്ര്യമായതോടെ ഈ 1994 നവംബർ 1-ന് ഈ സമിതിയെ ഇങ്ങനെയൊരു കൗൺസിലെ ക്യാൻസലായി. 1994 നവംബർ 1 ഇത് ഈ വേൾഡ് വാറിൻ്റെ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമിതിയാണ്. അപ്പോൾ 11 രാഷ്ട്രങ്ങളായിരുന്നു ഇതിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ടിരുന്നത്. എല്ലാ രാഷ്ട്രങ്ങളും സ്വതന്ത്രമായി കഴിഞ്ഞതോടുകൂടി ഇത് ക്യാൻസലായി. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ. ഇനി 6-ാമത്തെ അവസാനത്തെ ഘടകമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഈ പ്രധാന ഘടകങ്ങളെ സഹായിക്കുന്ന അന്തർദേശീയ ഉദ്യോഗസ്ഥർ 5 വർഷക്കാലത്തേക്ക് സുരക്ഷാ സമിതിയുടെ ഉപദേശമനുസരിച്ച് പൊതുസഭ തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറി ജനറലാണ് തലവൻ. അപ്പം ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രധാന ഘടകങ്ങളെ സഹായിക്കുക. അതായത് എല്ലാ ഘടകങ്ങളെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്ദേശം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. 5 വർഷക്കാലത്തേക്കാണ് ഈ സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭ എങ്ങനെയാണ് ഈ സംഘടനയുടെ നാൾവഴികൾ എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ഒരു കോളത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. 1941 ഓഗസ്റ്റിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ എന്നിവർ ചേർന്ന് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നു. അതിനു മുമ്പ് ഈ ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട സമ്മേളനം എന്ന് പറയുന്നത്. ഈ 1945 ഫെബ്രുവരി 4 മുതൽ 11 വരെ ഈ ഉക്രൈനിലെ യാൾട്ട എന്ന സ്ഥലത്ത് നടന്ന സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിൽ വിൻസ്റ്റൺ ചർച്ചിലും ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും റഷ്യയുടെ ജോസഫ് സ്റ്റാലിനും കൂടെ പങ്കെടുത്തിരുന്നു 1945. അതാണ് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം എന്ന് പറയുന്നത് യാൾട്ട സമ്മേളനമാണ്. അതിനുശേഷമാണ് ഈ ഐക്യരാഷ്ട്ര സമ്മേളനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ആയ ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഉടമ്പടി ഉണ്ടാക്കുന്നത്. അതിൽ ഈ ഉടമ്പടിയിലാണ് റൂസ്വെൽറ്റും പിന്നെ വിൻസ്റ്റൺ ചർച്ചിലും 1941 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിന് മുമ്പ് 1941 ഓഗസ്റ്റ് 14-നാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ് ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചത്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ്. ഇനി നാൾവഴി നോക്കുകയാണെങ്കിൽ 1942 ജനുവരിയിൽ എന്താ സംഭവിച്ചത്? അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന 26 സഖ്യരാഷ്ട്രങ്ങൾ അറ്റ്ലാന്റിക് ചാർട്ടറിനെ പിന്തുണയ്ക്കാനും ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാനും വാഷിംഗ്ടണിൽ ഒത്തുചേർന്നു. 1943 ത്രിശക്തി ടെഹ്റാൻ പ്രഖ്യാപനം, അമേരിക്കൻ, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്ന ത്രിശക്തി
ടെഹ്റാൻ പ്രഖ്യാപനം നടത്തുന്നു. 1943 ടെഹ്റാൻ പ്രഖ്യാപനം. ആരൊക്കെയാണ്? അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, അന്നത്തെ മെയിൻ ആയിട്ടുള്ള രാജ്യങ്ങൾ. ഇനി 1945 3 പ്രമുഖരുടെ, അതായത് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ, ഇപ്പോൾ പറഞ്ഞു, യാൾട്ട സമ്മേളനം നിർദ്ദിഷ്ട ലോക സംഘടനയെക്കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാൻ തീരുമാനിക്കുന്നു. ഏപ്രിൽ മെയ്യിൽ 1945 ഏപ്രിൽ മെയ്യിൽ അന്തർദേശീയ സംഘടനയെക്കുറിച്ച് സാൻ ഫ്രാൻസിസ്കോയിൽ 2 മാസം നീണ്ട ഐക്യരാഷ്ട്ര സമ്മേളനം നടക്കുന്നു. 1945 ജൂൺ 26 UN ചാർട്ടറിൽ 50 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നു. ഒക്ടോബർ 15 പോളണ്ട് ഒപ്പുവെക്കുന്നു. അതോടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 51 സ്ഥാപക അംഗങ്ങളായി. 51ാമത് ഒപ്പുവെച്ച രാജ്യമായിരുന്നു പോളണ്ട് എന്ന് പറയുന്നത്. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമാവുന്നു. അതുകൊണ്ട് ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാവുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, 1945 ഓഗസ്റ്റിലായിരുന്നു അറ്റ്ലാന്റിക് ചാർട്ടർ. അതിൻ്റെ അകത്തുള്ളത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും മാത്രമാണ്. 42 ജനുവരിയിലാണ് 26 സഖ്യരാഷ്ട്രങ്ങൾ ചേർന്ന് ഒപ്പുവെക്കാൻ വാഷിങ്ടണിൽ ഒത്തുചേരുന്നത്. അതിനുശേഷം 1943 ഡിസംബറിലാണ് ടെഹ്റാൻ പ്രഖ്യാപനം. ടെഹ്റാൻ പ്രഖ്യാപനം എന്ന് പറയുന്നത് ത്രിശക്തികളായ അമേരിക്കൻ, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, അവർ മൂന്നും കൂടി ഉള്ളതായിരുന്നു. 1945 യാൾട്ട സമ്മേളനം വിളിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിലാണ് റൂസ്വെൽറ്റും ചർച്ചിലും സ്റ്റാലിനും പങ്കെടുക്കുന്നത്. 45 യാൾട്ട സമ്മേളനം. അതിനുശേഷം 2 മാസം ഐക്യരാഷ്ട്ര സമ്മേളനം നടക്കുന്നു. അതിനുശേഷം 45 ജൂൺ 26 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ 51 രാജ്യം, UN ചാർട്ടറിൽ 51 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നത് 1945 ജൂൺ 26 ജൂൺ 26 50 രാജ്യങ്ങളും ഒക്ടോബർ 15 പോളണ്ടും ഒപ്പുവെക്കുന്നു. ശേഷം ഒക്ടോബർ 24 നിലവിൽ വരുന്നു. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. ഒക്ടോബർ 30 ഇന്ത്യ സംഘടനയിൽ അംഗമാകുന്നു. അപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആവിർഭാവം, ഇവല്യൂഷനെ പറ്റി നോക്കി. ഇനി ഇതിൻ്റെ സെക്രട്ടറി ജനറൽമാരെ കുറിച്ച് പാഠഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്തായാലും നോക്കിയിരിക്കേണ്ടതാണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ട്രിഗ്വേ ലീ എന്ന് പറയുന്നത് നോർവേക്കാരനാണ്. ഇതടക്കം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നോർവേക്കാരനായ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രിഗ്വേ ലീ ആണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത, രാജിവെച്ച ആദ്യത്തെ സെക്രട്ടറി ജനറലും ഈ ട്രിഗ്വേ ലീ ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ആളെ ഓർത്തിരിക്കണം, കാരണം ഡാഗ് ഹാമർ ഷോൾഡ് എന്നാണ് പേര്. സ്വീഡൻകാരനാണ്. ഇദ്ദേഹം അധികാരത്തിലിരിക്കെ അന്തരിച്ച സെക്രട്ടറി ജനറലാണ് ഡാഗ് എന്ന് പറയുന്നത്. ഡാഗ് അധികാരത്തിലിരിക്കെ മരിച്ചു. അതുകൊണ്ട് തന്നെ മരണാനന്തര നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. നോബൽ സമ്മാനം ലഭിച്ചു ഇദ്ദേഹത്തിന്. മരണാനന്തര നോബൽ സമ്മാനമാണ് ലഭിച്ചത്. പിന്നെ UN ലൈബ്രറിയും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. 1961 മരണാനന്തര നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആഫ്രിക്കയിലെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് സോവിയറ്റ് യൂണിയനും ഫ്രാൻസും വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് കോങ്കോ പ്രതിസന്ധി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മരണാനന്തര നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ. ആഫ്രിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഡാഗ്. അതുകൊണ്ട് ഡാഗിൻ്റെ പേര് ഓർത്തിരിക്കണം. രണ്ടാമത്തെ ജനറൽ സെക്രട്ടറിയാണ് ഡാഗ്. സ്വീഡൻകാരനാണ് ഡാഗ്. ഇദ്ദേഹത്തിന് മരണാനന്തര നോബൽ സമ്മാനമാണ് ലഭിച്ചത് 1961. അപ്പോൾ ആദ്യത്തെ ആൾ ആരായിരുന്നു? ട്രിഗ്വേ ലീ. ആദ്യത്തെ ആൾ ലീ ആണ്, നോർവേ. രണ്ടാമത്തെ ആൾ ഡാഗ്. ഡാഗ്. രണ്ടുപേരുടെ കാര്യം പഠിച്ചു. ഇനി മൂന്നാമത്തെ ആൾ എന്താണ്? യൂതാൻത് എന്ന് പറയും. യൂതാൻത്. ഇദ്ദേഹം മ്യാൻമറാണ്. ഇതിനെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം. യൂതാൻത് എന്ന് പറയുന്ന ആൾ ഏഷ്യക്കാരനാണ്. ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ജനറൽ ആയതും ഈ യൂതാൻത് തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെയും ഓർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം ലീ, പിന്നെ ഡാഗ്, പിന്നെ യു. പിന്നെ ഉള്ളത് കുർട്ട് വാൾഡ് ഹൈം എന്ന് പറയുന്നതാണ്. സെക്രട്ടറി ജനറൽ സ്ഥാനം രാജിവെച്ചതിന് ശേഷം
ഒരു രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയായി. ഇദ്ദേഹത്തെ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ജാവിയൻ പെരസ്കിയർ എന്ന് പറയുന്ന പെറു ആണ്. പെറു സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. പിന്നെ ബ്രൂട്ടോസ് ഖാലി ഈജിപ്തുകാരനാണ്. ഈ ബ്രൂട്ടാസിനെ ഓർത്തിരിക്കണം. നമുക്ക് ബ്രൂട്ടസ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഇദ്ദേഹം ഈജിപ്തുകാരനാണ്. ഇത് ആഫ്രിക്കക്കാരനായ ആദ്യ സെക്രട്ടറി ജനറലാണ് ഈ ബ്രൂട്ടാസ് എന്ന് പറയുന്നത്. ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറലായ വ്യക്തിയാണ് ബ്രൂട്ടാസ്. അപ്പോൾ ഓർത്തിരിക്കുക, ആഫ്രിക്കക്കാരനായ സെക്രട്ടറി ജനറലും അതുപോലെ തന്നെ ഏറ്റവും കുറച്ചു കാലം സെക്രട്ടറി ജനറലുമായ വ്യക്തിയാണ് ബ്രൂട്ടാസ്. എന്നാൽ യു എന്ന് പറയുന്ന ആള് ഏഷ്യക്കാരനായിരുന്നു. ആദ്യത്തെ ഏഷ്യക്കാരനാണ്. മ്യാൻമറിൽ നിന്ന് വന്നാണ്. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. യു കൂടുതൽ കാലം, ഏഷ്യ, മ്യാൻമർ. എന്നാൽ ബ്രൂട്ടാസ് കുറച്ചു കാലം ആഫ്രിക്ക, ഈജിപ്ത്. ഓർത്തിരിക്കുമല്ലോ. അടുത്തത് 7ാമത്തെ ആളെ ഓർത്തിരിക്കണം, കോഫി അന്നൻ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് കോഫി അന്നൻ. കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ സെക്രട്ടറി ജനറലാണ് ഈ കോഫി അന്നൻ എന്ന് പറയുന്നത്. എന്നാൽ നോബൽ സമ്മാനം ലഭിച്ച 2ാമത്തെ സെക്രട്ടറി ജനറലാണ് കോഫി അന്നൻ. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഡാഗ് ആയിരുന്നു നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ സെക്രട്ടറി ജനറൽ. 2ാമത്തെ ആളാണ് കോഫി അന്നൻ. ഘാന UN ഉദ്യോഗസ്ഥർ എയ്ഡ്സ്, ക്ഷയം, മലേറിയ എന്നിവ ചെറുക്കാനുള്ള നൊബേൽ ഫണ്ട് സ്ഥാപിച്ചു. മലേറിയ, ക്ഷയം, എയ്ഡ്സിനൊക്കെ ചെറുക്കാനുള്ള ഫണ്ട് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇറാഖിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. 2005 പീസ് ബിൽഡിംഗ് കമ്മീഷനും മനുഷ്യാവകാശ കൗൺസിലും സ്ഥാപിച്ചു. 2001 നോബൽ സമ്മാനം ലഭിച്ചു. 2001 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. 2005 പീസ് ബിൽഡിംഗ് കമ്മീഷനും മനുഷ്യാവകാശ കൗൺസിലും സ്ഥാപിച്ചത് ആരാണ്? കോഫി അന്നനാണ്. അതുപോലെ തന്നെ ഘാന UN ഉദ്യോഗസ്ഥനായിരുന്നു. എയ്ഡ്സ്, ക്ഷയം, മലേറിയ എന്നിവ ചെറുക്കാനുള്ള ഗ്ലോബൽ ഫണ്ട് സ്ഥാപിച്ച സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിക്കാം. കോഫി അന്നനാണ്. ഇറാഖിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. 2005 പീസ് ബിൽഡിംഗ് കമ്മീഷനും മനുഷ്യാവകാശ കൗൺസിലും സ്ഥാപിച്ചത്. 2001 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഓർത്തിരിക്കാൻ, നോബൽ സമ്മാനം ലഭിച്ച 2ാമത്തെ വ്യക്തി കോഫി അന്നൻ. കോഫി, ഡാഗ് ആദ്യത്തെ ആള്. ആദ്യത്തെ കറുത്തവർഗ്ഗക്കാരനായ സെക്രട്ടറി ജനറൽ കോഫി അന്നനാണ്. ഇനി 9ാമത്തെ ആളാണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്. 9ാമത്തെ ആളാണ് ബാൻ കി മൂൺ. സെക്രട്ടറി ജനറൽ ആവുന്ന 2ാമത്തെ ഏഷ്യക്കാരനാണ്. ദക്ഷിണ കൊറിയയാണ് ഇദ്ദേഹം. ആണവ നിരായുധീകരണത്തിനും സംഘർഷ പരിഹാരത്തിനും ഊന്നൽ നൽകിയത് ഇദ്ദേഹമാണ്. പിന്നെ 1971 ശേഷം ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ്. മൊത്തത്തിൽ രണ്ടാമത്തെ ഏഷ്യക്കാരനാണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ നിന്നുള്ളയാളാണ്. ഇനി 9ാമത്തെ ആളാണ് അന്റോണിയോ ഗുട്ടറസ്. എത്രാമത്തെ ആളാണ് എന്നുള്ളതും ഓർത്തിരിക്കണം. 9ാമത്തെ ഇപ്പോൾ നിലവിലുള്ള സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന അന്റോണിയോ ഗുട്ടറസ് തന്നെയാണ്. പോർച്ചുഗൽക്കാരനാണ് അന്റോണിയോ ഗുട്ടറസ്. 9 അന്റോണിയോ ഗുട്ടറസ്, പോർച്ചുഗൽ. 2017 മുതലാണ് അന്റോണിയോ ഗുട്ടറസ് സെക്രട്ടറി ജനറൽ പദവി വഹിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയ ശേഷം സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗൽക്കാരനാണ്. പോർച്ചുഗീസുകാരനാണെന്ന് ഓർത്താൽ മതി. പോർച്ചുഗീസ്. ഓക്കെ. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോഴും അന്റോണിയോ ഗുട്ടറസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് ആദ്യത്തെ ആളെ എന്തായാലും ഓർത്തിരിക്കണം. ആദ്യത്തെ ആള് ലീ ആണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ലീ നോർവേയിൽ നിന്നാണ് രാജിവെച്ച ആദ്യ സെക്രട്ടറി ജനറലാണ്. 2ാമത്തെ ആള് ഡാഗ് ആണ്. സ്വീഡൻ. ഡാഗ് സ്വീഡൻ. മരണാനന്തരം നോബൽ സമ്മാനം ലഭിച്ചു. UN ലൈബ്രറി ഡാഗിൻ്റെ പേരിലാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ചതും ഇദ്ദേഹമാണ്, ഡാഗ്. പിന്നെ ആദ്യത്തെ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരനാണ് യു താന്ത്, മ്യാൻമർകാരനാണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് കോഫി അന്നനാണ്. കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ സെക്രട്ടറി ജനറലാണ്. 7ാമത്തെ ആളാണ് കോഫി അന്നൻ എന്ന് പറയുന്നത്. നോബൽ സമ്മാനം ലഭിച്ച 2ാമത്തെ സെക്രട്ടറി ജനറലാണ്. 2001 നോബൽ സമ്മാനം ലഭിക്കുന്നത്. പിന്നെ ബാൻ കി മൂൺ 8ാമത്തെയാണ്. സെക്രട്ടറി ജനറൽ ആവുന്ന 2ാമത്തെ ഏഷ്യക്കാരൻ. 9ാമത്തെ ഈ ബാൻ കി മൂണിനെ ചോദിക്കാൻ സാധ്യതയുണ്ടാവും. കാരണം 8ാമത്തെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് വ്യക്തി ബാൻ കി മൂൺ ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ടാവും. പിന്നെ 9ാമത്തെ ഇപ്പോഴത്തെ ആളാണ് അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗൽക്കാരനാണ്. 2017 മുതലാണ് ഇദ്ദേഹം. ഇത്രയാണ് സെക്രട്ടറി ജനറൽമാർ. നമ്മൾ
പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിക്കാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി വൺ വേർഡ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഫാക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഈ വീഡിയോൻ്റെ അടുത്ത ഭാഗത്തായിട്ട് കാണാം. അതിനുശേഷം അവസാനം യുഎൻഒയുടെ സംഘടനകൾ, അത് വളരെ കുറച്ച് 2-3 എണ്ണം മാത്രമാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. IMF, WTO അങ്ങനെ 2-3 എണ്ണം. പക്ഷെ ബാക്കിയുള്ള സംഘടനകളും കൂടി ചേർത്തിട്ട് അവസാന ഭാഗത്തായിട്ട് ഉൾക്കൊള്ളിക്കുന്നതാണ്. അങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് ഈ വീഡിയോ. നമ്മളിവിടെ പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേട്ടങ്ങളെ പറ്റിയാണ്. അതിൽ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പരിഹരിച്ചതുണ്ട്. എന്നാൽ പാലസ്തീൻ പോലുള്ള സ്ഥലത്ത് പ്രശ്നം പരിഹരിച്ചിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നുണ്ട് പ്രശ്നങ്ങൾ. ഓക്കെ, അതുപോലെ കാശ്മീരിൻ്റെ പ്രശ്നമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ പൂർണ്ണമായും പരിഹരിക്കാത്തതുമുണ്ട്, പൂർണ്ണമായി പരിഹരിച്ചതുമുണ്ട്. ഒന്നാമത്തത് ഡീകോളനൈസേഷനാണ്. അതായത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ വൻകരകളിലെ രാജ്യങ്ങൾ ഉണ്ടായിരുന്ന കോളനിവൽക്കരണം ഉണ്ടല്ലോ, അതിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി UN സഹായിച്ചിട്ടുണ്ട്. അതിനെയാണ് ഈ ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് ശേഷം ഡീകോളനൈസേഷൻ എളുപ്പമായത്, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നേട്ടമാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഇറാൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ്. അതായത് 1946 ജനുവരി 1 ഇറാൻ റഷ്യയുടെ ആർമിയെ എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഇറാനാണ് സമർപ്പിക്കുന്നത്. റഷ്യയുടെ ആർമി ഇറാനിലുണ്ടായിരുന്നു. അപ്പോൾ ആ ആർമിനെ പിൻവലിക്കണം എന്ന് പറഞ്ഞ് റഷ്യ നിവേദനം കൊടുക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്. അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന വളരെ ശക്തമായി തന്നെ ഇതിനോട് പ്രതികരിക്കുക. അതിൻ്റെ ഫലമായി റഷ്യൻ ആർമി ഇറാനിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നു. വളരെ കാലമായിട്ട് ഇറാനിൽ നിലയുറപ്പിച്ചിരുന്ന റഷ്യൻ സൈന്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അവിടെ നിന്ന് പിൻവാങ്ങുന്നു. ഇത് UN ആദ്യ കാലങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഒന്നായിരുന്നു കേട്ടോ. അടുത്തത് മൂന്നാമത്തതാണ് സിറിയ ലെബനൻ്റെ പ്രശ്നം. സിറിയയിലെയും ലെബനൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഇത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞിരുന്നത് തങ്ങളുടെ രാജ്യങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൈന്യത്തെ എത്രയും വേഗം അവിടെ നിന്ന് പിൻവലിക്കണമെന്നായിരുന്നു. അപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരുന്നത് ഫ്രഞ്ച് സൈന്യമായിരുന്നു. നമ്മൾ ഇറാനിൽ കണ്ടത് റഷ്യയുടെ ആർമി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സിറിയയിലും ലെബനനിലും ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൈന്യമാണ്. നമുക്ക് റഷ്യൻ സൈന്യം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇറാനിലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷും ഫ്രഞ്ച് സൈന്യവുമായിരുന്നു സിറിയയിലും ലെബനനിലും ഉണ്ടായിരുന്നത്. ഇത് രക്ഷാസമിതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തങ്ങളുടെ സൈന്യത്തെ സിറിയയിൽ നിന്ന് ലെബനനിൽ നിന്നും പിൻവലിച്ചു. ഓക്കെ, ഇനി നാലാമത്തതാണ് ഇന്തോനേഷ്യയിലെ പ്രശ്നങ്ങൾ. ഇന്തോനേഷ്യ എന്ന രാജ്യം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്ന് പിൻവാങ്ങും എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഡച്ച് ഭരണകൂടം അവർക്ക് നൽകിയിരുന്നെന്ന് യുദ്ധത്തിന് ശേഷം അവരതൊന്നും പാലിച്ചില്ല. അങ്ങനെ ഇന്തോനേഷ്യയിലെ ജാവ, സുമാത്ര ദ്വീപുകളിൽ വസിച്ചിരുന്ന ഡച്ചുകാർ അവിടെയുള്ള ദേശീയ പ്രസ്ഥാന നേതാക്കൾക്കെതിരെ ഒരു വിപ്ലവത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി ഇതിൽ ശക്തമായി ഇടപെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2 രാജ്യങ്ങളുടെയും സമാധാനത്തിന് വേണ്ടി, അതായത് ജാവ, സുമാത്ര എന്നീ 2 രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു. ഒടുവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡച്ചുകാർ ഇന്തോനേഷ്യയിൽ നിന്നും പിൻവാങ്ങുന്നു. അപ്പോൾ ഇന്തോനേഷ്യയുടെ പ്രശ്നം ഡച്ചായിരുന്നു, സിറിയയുടെ ലെബനൻ്റെ പ്രശ്നം ബ്രിട്ടീഷും ഫ്രഞ്ചും ആയിരുന്നു, ഇറാൻ്റെ പ്രശ്നം റഷ്യയായിരുന്നു. അടുത്തത് പാലസ്തീൻ പ്രശ്നമാണ്. പാലസ്തീൻ പ്രശ്നം ഇതുവരെ അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. 1ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന ശേഷം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു. ഓർക്കുക, 1ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കേട്ടോ അവസാനം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് പാലസ്തീനാണ്. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു. ഇവിടെ 2 വംശത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അറബികളും ജൂതന്മാരും ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഇവർക്കിടയിൽ എപ്പോഴും ശത്രുതയായിരുന്നു. 2 വംശജരും തങ്ങളുടെ വംശജർ മാത്രമായിട്ടൊരു രാജ്യം വേണമെന്നാണ് അവകാശപ്പെടുന്നത്. അതാണ് മെയിനായിട്ടുള്ള കാരണം. 2ാം ലോക മഹായുദ്ധ ശേഷം, അതായത് 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുടങ്ങിയ പ്രശ്നമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റീനെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലസ്തീനെ 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ തീരുമാനിക്കുന്നു.
പാലസ്തീനെ തന്നെ 3 ഭാഗമായിട്ട് വിഭജിക്കണമെന്ന് പറയുന്നു. 1 പരിപൂർണമായ ഒരു അറബ് രാജ്യം, 2 പരിപൂർണമായ ഒരു ജൂതരാഷ്ട്രം, 3 ജെറുസലേം എന്ന നഗരം. 1 പരിപൂർണമായ ഒരു അറബ് രാജ്യം, 1 പരിപൂർണമായ ജൂതരാഷ്ട്രം, 1 ജെറുസലേം എന്ന നഗരം. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് രണ്ടായിട്ട് തിരിച്ചില്ലേ, അതുപോലെ തന്നെ അറബ് രാജ്യവും ജൂതരാഷ്ട്രവും പിന്നെ ജെറുസലേം എന്ന നഗരം, ഇങ്ങനെ 3 സെപ്പറേറ്റ് ആയിട്ട് തിരിക്കാൻ കമ്മിറ്റി നിർദ്ദേശിച്ചു, വിഭജിക്കാൻ തീരുമാനിച്ചു. ജെറുസലേം എന്ന നഗരം ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിരക്ഷണ സമിതിയുടെ കീഴിലാണ് വരേണ്ടത് എന്നുകൂടി UN പറഞ്ഞു. അങ്ങനെ ഈ കമ്മിറ്റിയുടെ ഉപദേശപ്രകാരം 1948 ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ രൂപീകരിക്കുന്നു. 1948 അങ്ങനെ ഇസ്രായേൽ എന്ന ഇത് രൂപീകരിക്കുന്നു. എന്നാൽ പാലസ്തീനെ 3 വിഭാഗങ്ങളായി തിരിക്കുക എന്ന തീരുമാനത്തെ പാലസ്തീനിലെ അറബികൾ ശക്തമായി എതിർക്കുന്നു. 3 വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ 1948 രൂപീകരിക്കുന്നു. ഇതിന്റെ ഭാഗമായി അറബികൾ ജൂതന്മാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെ ഒരു ആഭ്യന്തര യുദ്ധം പാലസ്തീനിൽ പുറപ്പെടുന്നു. അപ്പം വിഭജിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 1948 ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ രൂപീകരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ വിഭജനത്തിനെ അറബികൾ എതിർക്കുകയും ഇസ്രായേൽ ഫോം ചെയ്തു. പാലസ്തീൻ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പാലസ്തീൻ യുദ്ധത്തിന് ഏർപ്പെടുന്നു. ആരുമായിട്ട്? ഈ ജൂതന്മാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഈ യുദ്ധത്തിൽ അവിടെയുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ പാലസ്തീനെ ഹെൽപ്പ് ചെയ്യുന്നു ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ. ജൂതരാഷ്ട്രമാക്കി ഫോം ചെയ്ത ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പാലസ്തീനിനെ ഹെൽപ്പ് ചെയ്യുന്നു ബാക്കി അറബ് രാജ്യങ്ങളെല്ലാം. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സംയോജിതമായ ഇടപെടലുകൾ മൂലം ഈ പ്രശ്നങ്ങൾ രമ്യമായ രീതിയിൽ താൽക്കാലികമായി ആ കാലത്ത് പരിഹരിച്ചു. ഓക്കെ, പക്ഷെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ യുദ്ധങ്ങളും, എന്ന് യുദ്ധങ്ങൾ തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പം 3ആയിട്ട് തിരിക്കാനുള്ള ഒരു തീരുമാനം അത് നടപ്പാകാതെ പോയതാണ് പ്രശ്നമെങ്കിലും താൽക്കാലികമായിട്ട് അത് നടന്നു. താൽക്കാലികമായിട്ട് അന്നത്തെ കാലത്ത് അത് സംഭവിച്ചു. ഇനി അതായത് വലിയൊരു യുദ്ധം ഒഴിവാക്കി, അതായത് ബാക്കി അറബ് രാജ്യങ്ങളെല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത ആ ഒരു പ്രശ്നം ഒഴിവാക്കി. ഇനി കാശ്മീരിന്റെ പ്രശ്നം പരിഹരിച്ചതാണ്. അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു പ്രശ്നമായിരുന്നു കാശ്മീർ. ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു പ്രശ്നം ഐക്യരാഷ്ട്ര സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും പലപ്പോഴും ഒരു യുദ്ധത്തിൽ നിന്ന് 2 രാജ്യങ്ങളെയും പിന്തിരിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞിരുന്നു എന്ന്. ഓക്കെ, അടുത്തത് കൊറിയൻ പ്രശ്നമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ കൊറിയയുടെ മിക്ക പ്രദേശങ്ങളും ജപ്പാന്റെ കീഴിലായിരുന്നു. കൊറിയ വെറൈറ്റി ആയിട്ട് ജപ്പാന്റെ കീഴിലായിരുന്നു. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ പതനത്തിന് ശേഷം ഈ മേഖലകളുടെ അധികാരം അമേരിക്കയും റഷ്യയും പങ്കിട്ടെടുത്തു. കാരണം വിജയിച്ചത് അമേരിക്കയും റഷ്യയുമാണ്. ജപ്പാൻ തോറ്റതുകൊണ്ട് ജപ്പാന്റെ പ്രദേശം അമേരിക്കയും റഷ്യയും പങ്കിട്ടെടുക്കുന്നു. 38th പാരലൽ ലൈൻ എന്ന ബോർഡർ ലൈൻ ഉപയോഗിച്ച് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയെ 2ആയി തിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ എന്ന് വരുന്നത്. ഇത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്നാണ് ഇങ്ങനെ തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ തിരിക്കുന്നതാണ് 38th പാരലൽ ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന ശീതയുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുന്നത്. ശീതയുദ്ധമൊക്കെ പറയുന്നുണ്ട്. ശീതയുദ്ധം വേറെ വീഡിയോയിൽ പറയും. ഇനി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വിശ്വസിച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ ഉത്തര കൊറിയയെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ മുതലാളിത്ത ആശയങ്ങൾ വിശ്വസിച്ചിരുന്ന അമേരിക്ക ദക്ഷിണ കൊറിയയെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ ആഗ്രഹിച്ചു. എന്നാൽ 1950 ജൂൺ 24 ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിച്ചുകൊണ്ട് കൊറിയൻ യുദ്ധത്തിന് തുടക്കമിടുന്നു. അപ്പോൾ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പം കൊറിയയുടെ അവസ്ഥ എന്തായിരുന്നു? 2ാം ലോക മഹായുദ്ധം വരെ കൊറിയയുടെ അവസ്ഥ എന്തായിരുന്നു? ജപ്പാന്റെ കീഴിലായിരുന്നു. ഓക്കെ, ജപ്പാൻ എങ്ങനെയും ലോകമഹായുദ്ധത്തിൽ തോറ്റപ്പം കൊറിയക്കാർ സമാധാനം, ഇനി ഇവരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ആരുടെ വരുന്ന അമേരിക്കയും റഷ്യയും കൂടെ വന്ന് 2ആയിട്ട് തിരിച്ച് 30th പാരലൽ ലൈൻ എന്ന് പറഞ്ഞ് ഇടയിലൊരു വരയൊക്കെ ഇട്ട് പിന്നെ അമേരിക്കയും റഷ്യയും കൂടെ വന്ന് തിരിക്കുന്നു. എന്നിട്ട് മുകളിലത്തെ ഭാഗം ആരെടുത്തെ? ഉത്തര കൊറിയ ആരെടുത്തു? റഷ്യ എടുത്തു. ദക്ഷിണ കൊറിയ ആരെടുത്തു? അമേരിക്ക എടുത്തു. അപ്പോൾ ഉത്തര കൊറിയ എടുത്ത റഷ്യ അവരുടെ ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ദക്ഷിണ കൊറിയ
അമേരിക്കയുടെ മുതലാളിത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആഗ്രഹിച്ച കാര്യം കേട്ടോ, നടന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ദക്ഷിണ കൊറിയ ആരാണ്? അമേരിക്ക. ഉത്തര കൊറിയ ആരാണ്? റഷ്യ. അതായത് മുകളിൽ റഷ്യ, മുകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള റഷ്യ, താഴെ അമേരിക്ക മുതലാളിത്ത ആശയങ്ങൾ. ഇത് രണ്ടും കൂടെ 1950 ജൂൺ 24 ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിക്കുന്നത്. അതായത് സോവിയറ്റ് യൂണിയൻ അമേരിക്കനെ ആക്രമിക്കുന്നത് പോലെ ഉത്തര കൊറിയ ആരുടെ കൺട്രോളിലായിരുന്നു? റഷ്യയുടെ. ദക്ഷിണ കൊറിയ അമേരിക്കയുടെ. അപ്പോൾ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയനെ ആക്രമിക്കുന്നു. കൊറിയൻ യുദ്ധം അങ്ങനെ തുടങ്ങുന്നു 1950 ജൂൺ 24. നമ്മൾ 1950 ജനുവരി 26 റിപ്പബ്ലിക്കായി. അപ്പോൾ ഏകദേശം 1950 ജൂൺ 24 ഇങ്ങനെ കൊറിയൻ യുദ്ധം തുടങ്ങുന്നു. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണ ശേഷം നടന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു കൊറിയൻ യുദ്ധം. 1946 ഒക്ടോബർ 24 അതായത് ഐക്യരാഷ്ട്രസഭ 1946 ഒക്ടോബർ 24 ഔപചാരികമായിട്ട് വരുന്നത് എങ്കിലും ഈ വാഷിങ്ടൺ DC വെച്ച് UN ചാർട്ടറിന് സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടല്ലോ, 1944 തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം പക്ഷേ ഈ യുദ്ധം 1950 ജൂൺ 24 ഈ യുദ്ധം തുടങ്ങുന്നത്. അപ്പം 1946 ഈ UNOയുടെ സ്ഥാപനത്തിന് UNO വന്നതിന് ശേഷം വരുന്ന ആദ്യത്തെ യുദ്ധമാണ് കൊറിയൻ യുദ്ധം. ഈ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിധിയിലെത്തിയപ്പോൾ UN-ന്റെ രക്ഷാസമിതി 38th പാരലൽ ലൈൻ ലംഘിച്ച് ആദ്യം യുദ്ധം തുടങ്ങിയ ഉത്തര കൊറിയയ്ക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനിക്കുന്നു. അപ്പം 38th പാരലൽ ലൈനാണ് രണ്ടുപേരും കൂടെ അതിൻ്റെ ഇടയിൽ വെച്ചത്. ആ ലൈൻ ആരാ വെച്ച്? അമേരിക്കയും റഷ്യയും തന്നെയാണ് വെച്ചത്. എന്നിട്ട് ഉത്തര കൊറിയയാണ് യുദ്ധത്തിന് വന്നത്. അപ്പോൾ 38 പാരലൽ ലൈൻ ലംഘിച്ച് ഉത്തര കൊറിയയ്ക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നു ആര്? ഐക്യരാഷ്ട്ര സംഘടന. അങ്ങനെ UN അമേരിക്കൻ ജനറൽ ഡഗ്ലസ് മക്കാർത്തറിന്റെ കീഴിലുള്ള ഒരു സൈന്യത്തെ കൊറിയയിലേക്ക് അയക്കുന്നു. ഇവരുടെ ശക്തമായ ഇടപെടലുകൾ മൂലമാണ് യുദ്ധം നിർത്തി ഒരു സമാധാന കരാർ ഒപ്പിടാൻ ഉത്തര കൊറിയ നിർബന്ധിതമായി. അപ്പം സൈന്യത്തെ കൊറിയയിലേക്ക്, അമേരിക്കൻ സൈന്യത്തെയാണ് അയക്കുന്നത്. UN-ന്റെ നിർദ്ദേശപ്രകാരമാണ് അയക്കുന്നത്. അമേരിക്കൻ ജനറൽ ആയിരുന്ന ഡഗ്ലസ് മക്കാർത്തറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് കൊറിയയിലേക്ക് പോകുന്നത്. അങ്ങനെ 1953 ജൂലൈ 27 ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലൊരു സമാധാന ഉടമ്പടി ഒപ്പുവെക്കുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്യുന്നു. 1950 ജൂണിൽ തുടങ്ങിയത് 1953 ജൂലൈയിൽ, ഏകദേശം 3 വർഷത്തിൽ കൂടുതൽ. അങ്ങനെയാണ് ആ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചത്. ഇനി ഈ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമെങ്കിലും ഐക്യരാഷ്ട്ര സംഘടന വേറെ പ്രശ്നങ്ങളിലും ഇടപെടാറുണ്ട്. അപ്പോൾ 1956 സൂയസ് കനാൽ ദേശസാൽക്കരണത്തിന് ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന ഗമാൽ അബ്ദുൽ നാസറിനെ ഹെൽപ്പ് ചെയ്തു. അതായത് ആധിപത്യം, സൂയസ് കനാലിൻ്റെ മേലുള്ള ആധിപത്യം ഫ്രാൻസിൻ്റെയും UK-ക്കുമായിരുന്നു. അങ്ങനെ സൂയസ് കനാലിൽ കൂടിയുള്ള വ്യാപാരങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഈ രണ്ട് രാഷ്ട്രങ്ങളായിരുന്നു. ആരൊക്കെയായിരുന്നു? ഫ്രാൻസും UK-യുമായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഇവരുടെ ആധിപത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാസർ, അതായത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ തീരുമാനത്തെ ഫ്രാൻസും ബ്രിട്ടനും ശക്തമായി എതിർക്കുന്നു. കാരണം അവരുടെ കൺട്രോളിലായിരുന്നല്ലോ. അങ്ങനെ എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലോടുകൂടി ഫ്രാൻസിനും ബ്രിട്ടനും അവരുടെ തീരുമാനം പിന്മാറേണ്ടി വന്നു. 1960 സൈപ്രസ് പ്രശ്നത്തിലും 1990 ഗൾഫ് യുദ്ധത്തിലും സമാധാനപരമായ പരിഹാരം കാണാൻ UN കഴിഞ്ഞു. ഏതൊക്കെയാണ്? സൂയസ് കനാൽ പ്രശ്നം, സൈപ്രസ് പ്രശ്നം, ഗൾഫ് യുദ്ധത്തിലെ പ്രശ്നം. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. കാരണം നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് താഴെ പറയുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടന ഇടപെടാത്ത ഏതെങ്കിലും, അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കാനായി ആയുധങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആണവായുധങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനുള്ള പല കാര്യങ്ങളും UN ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് എങ്കിലും അല്ലാതെ ചില ഇപ്പം
ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പൊതുസഭയിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ നേരിടേണ്ടി വന്ന വംശീയ അധിക്ഷേപത്തിനെതിരെ ശക്തമായ രീതിയിൽ UN പ്രതികരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവരെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ചെയ്യുന്നതിലൂടെ കറുത്ത വർഗ്ഗക്കാർ നേരിടേണ്ടി വന്ന വിവേചനം ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചു. എവിടെയൊക്കെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് അവിടെയൊക്കെ UN ഇടപെടുന്നുണ്ട്. ഒരുപാട് വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. വേൾഡ് ബാങ്ക്, IMF, IDA എന്നിങ്ങനെ ഒക്കെ അവരുടെയൊക്കെ സഹായത്തോടു കൂടി UN ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യത്തിൽ വികസ്വര രാഷ്ട്രത്തിലും വികസിത രാഷ്ട്രത്തിലും ഒക്കെ തുല്യത, ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും പരിപൂർണമായും വിജയം കൈവരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നില്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് അല്ലാണ്ട് വന്നാലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ, അപ്പോൾ കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അത് ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. വേൾഡ് IMF, WHO എന്നൊക്കെ പറയുന്നത്, അത് ഇതിൻ്റെ അവസാനം ബാക്കിയുള്ള ഐക്യരാഷ്ട്ര സംഘടനകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. നോക്കാം. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 മുതൽ 18 വരെയാണ്. ഓക്കെ, അപ്പോൾ 1918 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് നിൽക്കാൻ കാരണമായി, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി 1919. അപ്പോൾ 1918 അവസാനിക്കുന്നത്. അതിനുശേഷം 19 അടുത്ത വർഷം ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. വേഴ്സായ് ഉടമ്പടി 1919 വരുന്നു. ഇനി വുഡ്രോ വിൽസൺ എന്ന ആൾ, 28ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ വുഡ്രോ വിൽസൺ ഒരു 14 നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞൊരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. 1918 ജനുവരി 8 നിർദ്ദേശം വെക്കുന്നു. 14 നിർദ്ദേശങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. 28ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വരാജ്യ സഖ്യം എന്ന ഒരു സംഘടന, രണ്ടാമത് ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സർവ്വരാജ്യ സഖ്യം ഫോം ചെയ്യുകയാണ്. 1920 ജനുവരി 10 ഫോം ചെയ്യുന്നത്. ഔദ്യോഗികമായി വരുന്നത് 1920 ജനുവരി 10 എങ്കിലും 1919 ജൂൺ മാസത്തിൽ ഇതിൻ്റെ സഖ്യത്തിൻ്റെ നിയമസംഹിതയൊക്കെ ഒപ്പുവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം വേഴ്സായ് ഉടമ്പടി 1919, സർവ്വരാജ്യ സഖ്യം രൂപം കൊള്ളുന്നത് 1920 ജനുവരി 10. 28ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു വുഡ്രോ വിൽസൺ. അദ്ദേഹമാണ് 14 നിർദ്ദേശങ്ങൾ എന്ന ആശയം 1918 ജനുവരി 8 മുന്നോട്ട് വെക്കുന്നതും സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതും വുഡ്രോ വിൽസൺ തന്നെയാണ്. അതുകൊണ്ട് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വുഡ്രോ വിൽസൺ തന്നെയാണ്. ഇനി ഈ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഈ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻ്റാണ്. ഈ കവനൻ്റ് ഓർത്തിരിക്കണം, കാരണം UNOയുടെ ഭരണഘടനയും വരുന്നുണ്ട്. അപ്പോൾ കവനൻ്റ് എന്ന് പറയുന്നത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന ആണ് കവനൻ്റ് എന്ന് പറയുന്നത്. ഇനി സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ജെയിംസ് എറിക് ഡ്രമണ്ട് എന്ന് പറയുന്നത്. എറിക് ഡ്രമണ്ട് എന്ന് പറയുന്നത് 1919 മുതൽ 32 വരെയാണ്. 19 മുതലാണ് 1919 മുതൽ 32 വരെ. ആദ്യത്തെ ആൾ ഈ ഡേറ്റ് ഓർത്തിരിക്കേണ്ട, പക്ഷെ മൊത്തം 3 പേരാണ് വന്നിരുന്നത്. എറിക് ഡ്രമണ്ട്, ജോസഫ് അവനോള് 40, പിന്നെ ഏറ്റവും അവസാനമായിട്ട് സീൻ ലെസ്റ്ററും വരികയാണ് 46 വരെ. 46ഓടുകൂടി ഇത് അവസാനിപ്പിക്കുന്നു. സർവ്വരാജ്യ സഖ്യം ഫെയിലിയർ ആണെന്ന് കണ്ട് 46 അവസാനിക്കുന്നു. ഇത്ര ഒന്നുകൂടെ പറയട്ടെ. 1918 ജനുവരി 8 14 നിർദ്ദേശങ്ങൾ എന്ന ആശയം 28ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ വേഴ്സായ് ഉടമ്പടി, ഒന്നാം ലോക മഹായുദ്ധം തീരാൻ കാരണമായ ഉടമ്പടി വേഴ്സായ് ഉടമ്പടി 1919. അതിനുശേഷം സർവ്വരാജ്യ സഖ്യം 1920 ജനുവരി 10. പിന്നെ സർവ്വരാജ്യ സഖ്യം അഥവാ
ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഭരണഘടന കവനൻ്റാണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ എറിക് ഡ്രമൻ്റ് ആണ്. രണ്ടാമത്തത് ജോസഫ് ഫവനോള്. ഏറ്റവും അവസാനത്തെ സീൻ ലെസ്റ്റർ 1946 വരെ. ഇത്രയൊക്കെയാണല്ലോ. ഇനി സർവ്വരാജ്യ സഖ്യത്തിലെ ഈ അമേരിക്കയും USSRും ജർമ്മനിയും ഒന്നും അംഗമല്ലായിരുന്നു. പ്രധാനമായിട്ടും അംഗമല്ലാതിരുന്ന രാജ്യം അമേരിക്കയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചതേ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വുഡ്രോ വിൽസൺ ആയിരുന്നു. പക്ഷെ അമേരിക്ക അംഗമല്ലായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ പ്രബല ശക്തികളായിരുന്ന USSRും ജർമ്മനിയും അവരും ഇതിൽ അംഗമല്ലായിരുന്നു. പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതും ഈ സർവ്വരാജ്യ സഖ്യം തന്നെയാണ്. ഇനി ഈ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടു എന്ന് പറയുന്നല്ലോ, അതായത് USA-യും USSRും ജർമ്മനി ഇവരൊന്നും ഇതിൻ്റെ ഭാഗമായിരുന്നില്ല. പിന്നെ എങ്ങനെ പരാജയപ്പെടാതിരിക്കും? ഓക്കെ. അതുപോലെ തന്നെ ജർമ്മൻ നേതാവായ ഹിറ്റ്ലർ ആയിരുന്നു അന്നത്തെ വലിയ സാമ്രാജ്യത്വ മോഹങ്ങൾ ഒക്കെയുള്ള വലിയ ആളായിരുന്നു. അദ്ദേഹത്തെ നിയന്ത്രിക്കാനും പറ്റിയില്ല. പിന്നെ ജർമ്മനി ഇതിൻ്റെ ഭാഗമല്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് നിയന്ത്രിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. പിന്നെ ഈ സഖ്യത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഒരു സൈന്യത്തെ ഇപ്പം UN എന്ന് പറയുന്നത്, UN എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ സൈന്യത്തെയൊക്കെ വിടും. അവർക്ക് സൈന്യത്തിൻ്റെ ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെ പ്രത്യേക സൈന്യം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അതും ഒരു ഫെയിലിയർ ആവാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി സർവ്വരാജ്യ സഖ്യം കഴിഞ്ഞു. ഇനി ഐക്യരാഷ്ട്രസഭയിലോട്ട് കിടക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. നമ്മൾ അപ്പർ പറഞ്ഞിരുന്നു സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? വുഡ്രോ വിൽസൺ. സർവ്വം ഫുള്ള് വുഡായിരുന്നു എന്ന് ഓർത്താൽ മതി. സർവ്വവും വുഡായിരുന്നു. സർവ്വരാജ്യ സഖ്യം വുഡ്രോ വിൽസൺ. എന്നാൽ ഐക്യരാഷ്ട്രസഭ എന്ന ആശയം, UNO എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. ഓക്കെ. ഇനി ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. വേഴ്സായ് ഉടമ്പടി ഒപ്പം സർവ്വരാജ്യ സഖ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ചാർട്ടർ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറ്റ്ലാന്റിക് ചാർട്ടർ 1941 വരുന്നത്. ഈ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച നേതാക്കളാണ് റൂസ്വെൽറ്റും ചർച്ചിലും. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലും കൂടി ചേർന്നിട്ടാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നത്. രണ്ടുപേരെ വന്നിട്ടുള്ള, ഇനി ഇവരുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ 1941 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചല്ലോ. അതിനുശേഷം 1942 ഈ അറ്റ്ലാന്റിക് ചാർട്ടറിനെ പറ്റി സംസാരിക്കാനും പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനത്തിനുമൊക്കെ ആയിട്ട് ഒരു സമ്മേളനം വിളിക്കുന്നു. അതിനുശേഷം ടെഹ്റാൻ പ്രഖ്യാപനം എന്ന് പറഞ്ഞ് ഈ അമേരിക്ക, ബ്രിട്ടൻ, അതുപോലെ തന്നെ റഷ്യ, അമേരിക്കയും റഷ്യയും പിന്നെ അതിൻ്റെ കൂടെ ബ്രിട്ടനും കൂടെ ചേർന്നിട്ട് ടെഹ്റാൻ പ്രഖ്യാപനം 1943 ഒരു ത്രിശക്തി രൂപീകരിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടതാണ്. ത്രിശക്തി രൂപീകരണമാണ് 1943 നടക്കുന്നത്. ഇനി അതിനുശേഷം 1945 യാൾട്ട കോൺഫറൻസ് എന്ന് പറഞ്ഞ് റൂസ്വെൽറ്റും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റൂസ്വെൽറ്റും ബ്രിട്ടൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ചർച്ചിലും പിന്നെ അഡീഷണൽ ആയിട്ട് വന്നത് ആരാണ്? റഷ്യയുടെ സ്റ്റാലിനും. റൂസ്വെൽറ്റും ചർച്ചിലും നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ റഷ്യയുടെ സ്റ്റാലിനും കൂടെ ചേർന്നിട്ട് യാൾട്ട കോൺഫറൻസ് വെക്കുന്നു. അതിനുശേഷം 1945 ജൂൺ 26 UN ചാർട്ടറിൽ ഒപ്പുവെക്കുന്നു. ഒന്നുകൂടെ പറയട്ടെ, വേഴ്സായ് ഉടമ്പടി 1919 ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാം. 1919 വേഴ്സായ് ഉടമ്പടി. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ, ഐക്യരാഷ്ട്രസഭ. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു, രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു ഐക്യരാഷ്ട്രസഭ. ഈ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക നേതാക്കൾ എന്നറിയപ്പെടുന്ന വിൻസ്റ്റൺ ചർച്ചിലും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും സ്റ്റാലിനും ചേർന്നതാണ് കേട്ടോ. ഇനി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനമായ സമ്മേളനം ഏതാണ്? യാൾട്ട കോൺഫറൻസ്. ഉക്രൈനിലെ യാൾട്ട എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, അതുകൊണ്ട് യാൾട്ട കോൺഫറൻസ്. ഈ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ആരൊക്കെയാണ്? റൂസ്വെൽറ്റും ചർച്ചിലും സ്റ്റാലിനുമാണ് പങ്കെടുത്തത്. ഇനി UN-ലെ ലക്ഷ്യങ്ങൾ അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും എല്ലാം കൂടെ ഉള്ള ഒരു ഔദ്യോഗിക രേഖയാണ് UN ചാർട്ടർ എന്ന് പറയുന്നത്. അതാണ് 1945 ജൂൺ 26 ഒപ്പുവെക്കുന്നത്.
അപ്പം ഇതിൽ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് അറ്റ്ലാന്റിക് ചാർട്ടർ, പിന്നെ ടെഹ്റാൻ പ്രഖ്യാപനം, പിന്നെ യാൾട്ട കോൺഫറൻസ്. അപ്പം ഈ ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെയാണ് കോൺഫറൻസുകൾ, അത് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ടതാണ്. ഒന്ന് അറ്റ്ലാന്റിക് ചാർട്ടർ, പിന്നെ ടെഹ്റാൻ, യാൾട്ട, സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് ഉണ്ട്, പിന്നെ പോട്ട്സാം കോൺഫറൻസ് ഉണ്ട്, മോസ്കോ കോൺഫറൻസ് ഉണ്ട്. ഒന്നോട് പറയാം: അറ്റ്ലാന്റിക്, ടെഹ്റാൻ, യാൾട്ട, സാൻ ഫ്രാൻസിസ്കോ, പോട്ട്സാം കോൺഫറൻസ്, മോസ്കോ കോൺഫറൻസ്. അറ്റ്ലാന്റിക്, ടെഹ്റാൻ, യാൾട്ട, സാൻ ഫ്രാൻസിസ്കോ, പോട്ട്സാം, മോസ്കോ. ഇത്രയും ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ വേണ്ടി കാരണമായതാണ്. അപ്പോൾ UN ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത് 1945 ജൂൺ 26-നാണ്. 50 അംഗങ്ങൾ ഒപ്പുവെക്കുന്നു. 51ാമത്തെ രാജ്യമായിട്ട് പോളണ്ട് വരുന്നു. ഒക്ടോബർ 15-നാണ് പോളണ്ട് ജോയിൻ ചെയ്യുന്നത്, പോളണ്ട് ഒപ്പുവെക്കുന്നത്. അതും സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി 1945 ഒക്ടോബർ 24-ന് അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായിട്ട് വരുന്നു. 1945 ഒക്ടോബർ 30-ന് ഇന്ത്യ അംഗമാകുന്നു. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം മാൻഹട്ടൻ, ന്യൂയോർക്കാണ്. മാൻഹട്ടൻ, ന്യൂയോർക്കാണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ജനീവയായിരുന്നു. ഇതിന്റെ ആസ്ഥാനം മാൻഹട്ടൻ, ന്യൂയോർക്കാണ്. ആപ്തവാക്യം ഇറ്റ്സ് യുവർ വേൾഡ്, ഇത് നിങ്ങളുടെ ലോകം എന്നുള്ളതാണ്. ഈ 1945 ഒക്ടോബർ 24-ന് ഫോം ചെയ്തതുകൊണ്ട് ഒക്ടോബർ 24-ആണ് ഐക്യരാഷ്ട്ര ദിനമായി, UN ദിനമായി ആചരിക്കുന്നത്. അപ്പം ഒന്നോടെ പറയാണ്, UN അഥവാ ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഇത് വരാൻ കാരണമായത് അറ്റ്ലാന്റിക് ചാർട്ടർ 1941. കാരണമായ വ്യക്തി ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. 1941-ലാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1945 ഒക്ടോബർ 24-നാണ് ഔദ്യോഗികമായി രൂപം കൊണ്ടത്. പിന്നെ അതിൻ്റെ അകത്തെ പ്രധാന സമ്മേളനങ്ങൾ അറ്റ്ലാന്റിക്, ടെഹ്റാൻ, യാൾട്ട, സാൻ ഫ്രാൻസിസ്കോ, പോട്ട്സാം, മോസ്കോ എന്നതും ഓർത്തു വെക്കാം. ഇനി ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു മാൻഹട്ടൻ, ന്യൂയോർക്കിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഐക്യരാഷ്ട്ര സഭയുടെ യൂറോപ്പിലൊരു ആസ്ഥാനമുണ്ട്. യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാക ഇളം നീല നിറമാണ്. അതിൻ്റെ അകത്ത് വേൾഡ് മാപ്പൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ വേൾഡ് മാപ്പാണ്. 1947 ഒക്ടോബർ 20-നാണ് ഈ UN-ന്റെ പതാക ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. ഇളം നീല നിറമാണ് പതാകയുടെ നിറം. ഇനി 1947 കഴിഞ്ഞു. ഇനി 1948 ഡിസംബർ 10-ന് ഒരു സംഭവം ഉണ്ടായി. അതായത് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് 1948 ഡിസംബർ 10-നാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ഇനി UN മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-ആണെന്ന് പറഞ്ഞു. ഇനി ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത് ഫ്രസ്ക എന്ന ഷോർട്ട് ഫോമിലൂടെ ഓർത്തിരിക്കുക. ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. എന്നോട് പറയാം: ഫ്രസ്ക, ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഇതിൽ ഏറ്റവും അവസാനം വന്ന ഭാഷയാണ് അറബിക്. 1973-ലാണ് അറബിക് വരുന്നത്. അതുപോലെ തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് ഫ്രഞ്ചും ഇംഗ്ലീഷും. ഇനിയുള്ളത് വത്തിക്കാനും തായ്വാനുമാണ്. വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ്. ഐക്യരാഷ്ട്ര സഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് വത്തിക്കാൻ. യൂറോപ്യൻ രാജ്യമാണ്, ഐക്യരാഷ്ട്ര സഭയിൽ അംഗമല്ല വത്തിക്കാൻ. ഇനി തായ്വാൻ എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സഭയുടെ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യമാണ് തായ്വാൻ. ഏഷ്യൻ രാജ്യമായ തായ്വാൻ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമല്ല. യൂറോപ്യൻ രാജ്യമായ വത്തിക്കാൻ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമല്ല. മൊത്തം എത്ര അംഗങ്ങളുണ്ട്? 193 അംഗങ്ങളുണ്ട്. അതിൽ 29ാമത്തെ അംഗമായി ഒപ്പിട്ടത് ഇന്ത്യയാണ്. 51ാമത്തെ രാജ്യം പോളണ്ടാണ്. എങ്കിൽ അവസാനമായിട്ട് UN-ൽ ചേർന്ന രാജ്യമാണ് സൗത്ത് സുഡാൻ. 193ാമത്തെ രാജ്യമായിട്ട് ചേർന്നത് സൗത്ത് സുഡാനാണ്. ഒന്നോടെ പറയാം: മൊത്തം 193 അംഗങ്ങളാണ് ഇതുവരെ ഉള്ളത്. അതിൽ ഇന്ത്യ 29, പോളണ്ട് 51ാമത്തെ രാജ്യം, 193ാമത്തെയും ഏറ്റവും അവസാനത്തെയുമായ രാജ്യമാണ് സൗത്ത് സുഡാൻ.
ഇനി ഐക്യരാഷ്ട്രസഭയിൽ പൊതുവായിട്ട് 6 ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ പഠിച്ചിരുന്നു. പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. അതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ പറയാം. പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്. എന്നാൽ അതിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അതിനുശേഷം, അതായത് അവസാനമായി രൂപം കൊണ്ട, അതായത് യുഎൻ്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്ന സമിതിയായിരുന്നു ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. 11 രാഷ്ട്രങ്ങളായിരുന്നു ട്രസ്റ്റികളായി യുഎനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 11 രാജ്യങ്ങളും സ്വതന്ത്രമായതോടെ, അതായത് 11 ട്രസ്റ്റികൾ എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യങ്ങൾ സ്വതന്ത്രമായതോടെ ഇത് ക്യാൻസൽ ചെയ്തു, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഇപ്പോൾ 5 എണ്ണമാണ് നിലവിലുള്ള 5 ഭാഗങ്ങൾ, അഥവാ 5 ഘടകങ്ങളാണ് ഉള്ളത്. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. ഇപ്പോഴത്തെ നിലവിലുള്ള സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, പോർച്ചുഗൽകാരനാണ്. 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ്. നമ്മൾ 9 പേരെ പറ്റിയും നോക്കിയിരുന്നു. ആദ്യത്തെ ആരായിരുന്നു? ട്രിഗ്വേലി ആണ്. 7ാമത്തെ ആളാരായിരുന്നു? കോഫി അന്നനാണ്. കോഫി അന്നനും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഗിനും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 9ാമത്തെ ആളും നിലവിലുള്ള ആളുമാണ് അന്റോണിയോ ഗുട്ടറസ്. 2017 മുതൽ അന്റോണിയോ ഗുട്ടറസ് ഉണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പോർച്ചുഗൽകാരനാണ്. ഇനി UN ഇൻഫർമേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അതുപോലെ തന്നെ UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ ലൈബ്രറി, ന്യൂ ലൈബ്രറി എന്ന് ഓർത്താൽ മതി. ന്യൂയോർക്കിലെ ലൈബ്രറി എന്ന ഇൻഫർമേഷൻ സെന്റർ ഡൽഹിയിലാണ്. അതുപോലെ തന്നെ UN യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്, UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. അതുപോലെ UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റാറിക്ക, പീസ് സമാധാനത്തിന് കോസ്റ്റാറിക്ക. അതുപോലെ തന്നെ UN യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലുമാണ്. അപ്പം UNOയുടെ ആസ്ഥാനം എവിടെയാണ്? മാൻഹട്ടനിലാണ്, ന്യൂയോർക്കിലാണ്. എങ്കിലും യൂറോപ്പിലെ ആസ്ഥാനം ജനീവയാണ്. പതാക ഇളം നീലയാണ്. 1947 ഒക്ടോബർ 20-നാണ് പതാക നിലവിൽ വരുന്നത്. 1948 ഡിസംബർ 10-ന് UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു. ഭാഷകൾ ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്ക് വന്നത് ഏറ്റവും അവസാനം 1973. എന്നാൽ ദൈനംദിനമായി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫ്രഞ്ചും ഇംഗ്ലീഷുമാണ്. വത്തിക്കാൻ യൂറോപ്യൻ രാജ്യമാണ്, UN-ൽ തായ്വാൻ ഏഷ്യൻ രാജ്യമാണ്, UN-ൽ 193 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. ഇന്ത്യ 29ാമത്തെ രാജ്യം, പോളണ്ട് 51ാമത്തെ രാജ്യം. ഒപ്പിടാൻ നേരത്തെ അവസാനത്തെ രാജ്യം പോളണ്ടായിരുന്നു. അതുപോലെ തന്നെ 193ാമത്തെ, നിലവിൽ ഏറ്റവും അവസാനത്തെയും 193ായിട്ടുള്ള രാജ്യം സൗത്ത് സുഡാനാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ഭാഗം എന്ന ഘടന ഇപ്പോൾ ഇല്ല. ബാക്കി 5 ഘടന മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ, 9ാമത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ്. 2017 മുതൽ. അദ്ദേഹം പോർച്ചുഗൽകാരനാണ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. മറ്റേ ആദ്യത്തെ നോർവേ ചോദിച്ചതുപോലെ നോർവേക്കാരനായ ആദ്യ സെക്രട്ടറി ജനറൽ ആരാണ് എന്നാണ് ചോദിച്ചിരുന്നത് ഒരു ക്വസ്റ്റ്യനിൽ. ട്രിഗ്വേലി ആയിരുന്നു. ഇനി UN ഇൻഫർമേഷൻ സെന്റർ ഡൽഹിയാണ്. UN ലൈബ്രറി ന്യൂയോർക്കിലാണ്. അതുപോലെ തന്നെ UN യൂണിവേഴ്സിറ്റി ടോക്കിയോയിലാണ്. UN സമാധാന സർവകലാശാല കോസ്റ്റാറിക്കയിലാണ്. നമ്മൾ പഠിച്ചത് വേറെ എന്തൊക്കെയായിരുന്നു? ആദ്യം പഠിച്ചത് വേഴ്സായ ഉടമ്പടി പ്രകാരം 1919 വേഴ്സായ ഉടമ്പടി പ്രകാരം 1-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. 1920 ജനുവരി 10-ന് സർവ്വരാജ്യ സഖ്യം, വുഡ്രോ വിൽസൺ, ജനീവയാണ് ആസ്ഥാനം, കവനന്റ് ആണ് ഭരണഘടന. പിന്നെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ഡ്രമൻഡ് ആയിരുന്നു, അവസാനത്തെ സീൻ ആയിരുന്നു. ഇവിടുത്തെ ലീ ആണ് ആദ്യത്തെ, അവസാനത്തെ അന്റോണിയോ ഗുട്ടറസ് നിലവിലുള്ളത്. അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ചാർട്ടറാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടത്. 1941 റൂസ്വെൽറ്റ് ആയിരുന്നു ആശയം മുന്നോട്ട് വെച്ചത്. പിന്നെ റൂസ്വെൽറ്റും ചർച്ചിലും കൂടിയാണ് ഒപ്പുവെക്കുന്നത്. 1945 ഒക്ടോബർ 24-ന് ഔദ്യോഗികമായി നിലവിൽ വരുന്നു ഐക്യരാഷ്ട്ര സംഘടന. അതുപോലെ തന്നെ ഒക്ടോബർ 30-ന് ഇന്ത്യ അംഗമാകുന്നു. ന്യൂയോർക്കാണ് ആസ്ഥാനം. പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കോൺഫറൻസുകളൊക്കെ. ഏതൊക്കെയായിരുന്നു? പോസ്ഡാം, മോസ്കോ, സാൻ ഫ്രാൻസിസ്കോ, ടെഹ്റാൻ, യാൾട്ട, അറ്റ്ലാന്റിക്. ഇത്രയായിരുന്നു. ഇത് ഓർത്തിരിക്കാൻ. പോ മോനെ മകനെ തെഹ്റിയാൻ തെറിയാണത് എന്ന് ഓർത്താൽ മതി. പോ മോനെ മകനെ തെറിയാണത്. പോ മോനെ. പോസ്ഡാം,
മോനെ, മോസ്കോ, മകനെ, സൺ, സാൻ ഫ്രാൻസിസ്കോ. തെറിയാണ് ടെഹ്റാൻ, തെറിയാണ് യാൾട്ട, ടെഹ്റാൻ, യാൾട്ട, അത് അറ്റ്ലാന്റിക്. ഓർത്തിരിക്കാൻ പറ്റും, വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചോ കേട്ടോ. ഇനി UN ഘടകങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് പൊതുസഭയാണെന്ന് പറഞ്ഞു. നമ്മൾ വിശദമായി നോക്കിയിട്ടുണ്ടായിരുന്നു. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഓരോ രാജ്യത്തിനും, ഓരോ അംഗരാജ്യത്തിനും 5 റെപ്രസെൻറ്റേറ്റീവ്സിന് വീതം പൊതുസഭയിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വോട്ടുള്ളത് ഒരു രാഷ്ട്രത്തിന് ഒരു വോട്ട് എന്ന രീതിക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വോട്ടിൻ്റെ മെജോറിറ്റി നോക്കുന്നത് 2/3 ഭൂരിപക്ഷമാണ്. അതുപോലെ തന്നെ നിയമനിർമ്മാണവും ബഡ്ജറ്റ്, പിന്നെ മനുഷ്യാവകാശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുസഭ നോക്കുന്നത്. അതുപോലെ തന്നെ പൊതുസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു സ്പാക് ബെൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രസിഡന്റ് ആണ് സ്പാക് ബെൻ. 1 വർഷത്തെ കാലാവധിയാണ് പ്രസിഡന്റിനുള്ളത്. സ്പാക് ബെൻ ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. UN പ്രസിഡന്റായ ആദ്യത്തെ വനിതയും ആദ്യത്തെ UN പ്രസിഡന്റ് അല്ല, UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യനും ആദ്യത്തെ വനിതയുമാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതുപോലെ തന്നെ UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. അതേസമയം UN പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ ആള് സ്പാക് ബെൻ ആണ്. ഇനി UN പൊതുസഭയുടെ പ്രസിഡന്റായ പാകിസ്ഥാൻകാരനാണ് മുഹമ്മദ് സഫറുള്ള ഖാൻ. മുഹമ്മദ് സഫറുള്ള ഖാൻ ആണ് പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ പാകിസ്ഥാൻകാരൻ. അതുപോലെ തന്നെ ഈ ശ്രീധരൻ എന്ന് പറയുന്നത് UN സുസ്ഥിര ഗതാഗത വികസന ഉന്നത സമിതിയുണ്ട്, അതായത് ഗതാഗത വികസന സമിതിയുടെ ഉപദേശകനായിട്ട് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഈ ശ്രീധരൻ. ഗതാഗത വികസന സമിതിയിലേക്ക് ഈ ശ്രീധരനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പൊതുസഭയിലെ ഗതാഗത വികസനത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളാണ് ഈ ശ്രീധരൻ. അതുപോലെ തന്നെ ഈ UN സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് 1979 ഒരു ഐക്യരാഷ്ട്ര സഭ അംഗീകരിച്ച ഉടമ്പടിയാണ് 1979 സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ത്രീ വിവേചന നിവാരണ പരിപാടി. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1989 കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇത് പൊതുസഭ കൂടിയിട്ടുണ്ട്. 1979 സ്ത്രീകൾക്ക് വേണ്ടി, 1989 കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. 5 റെപ്രസെൻറ്റേറ്റീവ്സിന് വീതം വിടാം. 2/3 ഭൂരിപക്ഷമാണ്. നിയമനിർമ്മാണം, ബഡ്ജറ്റ്, മനുഷ്യാവകാശം തുടങ്ങിയ കാര്യങ്ങൾ പൊതുസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് സ്പാക് ബെൻ, ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആദ്യ ഇന്ത്യൻ വിജയലക്ഷ്മി പണ്ഡിറ്റ്, പാകിസ്ഥാൻ മുഹമ്മദ് സഫറുള്ള ഖാൻ. ഈ ശ്രീധരൻ ഗതാഗത പുരോഗതി സമിതിയുടെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഈ ശ്രീധരൻ. സ്ത്രീ വിവേചന നിവാരണ പരിപാടി 1979. കുട്ടികൾക്ക് വേണ്ടി പൊതുസഭ കൂടിയത് 1989. അടുത്ത രണ്ടാമത്തെ ഘടകവും ഏറ്റവും ശക്തമായ ഘടകവും രക്ഷാസമിതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 5 സ്ഥിര അംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളും ഉണ്ട്. സ്ഥിര അംഗങ്ങൾ P5 അല്ലെങ്കിൽ B5, ബിഗ് 5 അംഗങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് 5 അംഗങ്ങൾ എന്നറിയപ്പെടുന്നു. 10 താൽക്കാലിക അംഗങ്ങളുണ്ട്. ആ താൽക്കാലിക അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ അവർ മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യ താൽക്കാലിക അംഗമായത് 7ാമതായാണ്. അത് 2011 ആയത്. ഏറ്റവും കൂടുതൽ കാലം താൽക്കാലിക അംഗം ആയ രാജ്യം ജപ്പാനാണ്. അതുപോലെ തന്നെ ഇതിലെ പെർമനന്റ് 5 എന്നറിയപ്പെടുന്ന 5 രാജ്യങ്ങൾ റഷ്യ, USA, പിന്നെ ചൈന, പിന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ. അത് ഓർത്തിരിക്കാൻ റസ്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനവിടെ അത് ഏതൊക്കെയാണെന്ന് എഴുതാൻ മറന്നുപോയി. നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, USA. ജനാധിപത്യ ഘടകം അല്ലാത്തത് കൊണ്ട് ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങൾക്കുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ പവർ എന്ന് പറയുന്നു. പിന്നെ കാര്യനിർവഹണ വിഭാഗമാണ്, എക്സിക്യൂട്ടീവ് എൻഫോഴ്സ്മെന്റ് വിങ് ആണ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ UN രക്ഷാസമിതിയിലേക്ക് സ്ഥിരാംഗത്വ പദവിക്ക് ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G4 രാജ്യങ്ങൾ. G4 രാജ്യങ്ങൾ ജപ്പാൻ, ജർമ്മനി, ബ്രസീൽ, ഇന്ത്യ. ഇതിനെതിരെ ഈ G4 രാജ്യങ്ങൾക്കെതിരെയുള്ള കൂട്ടായ്മയാണ് കോഫി ക്ലബ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇറ്റലിയുടെ നേതൃത്വത്തിലുള്ള 12 രാജ്യങ്ങളാണ്. ഇറ്റലി ഉൾപ്പെടെ 12 രാജ്യങ്ങളാണ്. ഇറ്റലിയാണ് അതിന് നേതൃത്വം നൽകുന്നത്.
അത് വിശദമായിട്ട് നമ്മൾ രക്ഷാസമിതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്. ഞാൻ പറഞ്ഞു രക്ഷാസമിതിയിലേക്ക് സ്ഥിരാംഗത്വത്തിന് ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ G4. അതിനെതിരെ നയിക്കുന്ന രാജ്യങ്ങളാണ് കോഫി ക്ലബ് എന്നറിയപ്പെടുന്നത്. ഇറ്റലിയാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇറ്റലി കൂടാതെ കാനഡ, സൗത്ത് കൊറിയ, സ്പെയിൻ, മെക്സിക്കോ, ടർക്കി, അർജന്റീന. കാനഡ അതിലുണ്ട് എന്നും ഓർത്തിരിക്കുക. കോഫി ക്ലബിലെ അംഗമാണ് ഇറ്റലി, കാനഡ, സൗത്ത് കൊറിയ, സ്പെയിൻ, മെക്സിക്കോ, ടർക്കി, അർജന്റീന തുടങ്ങിയ 12 രാജ്യങ്ങളാണ് കോഫി ക്ലബിലുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോഫി ക്ലബ്ബ്. ഇനി സാമ്പത്തിക സാമൂഹ്യ സമിതിയിലേക്ക് വരുമ്പോൾ നമ്മൾ UN-ന്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നതാണ് സാമ്പത്തിക സാമൂഹ്യ ഏജൻസി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്കോസോക്ക് എന്നറിയപ്പെടും എന്ന് പറഞ്ഞു. 54 പേരാണ് അംഗസംഖ്യ എന്ന് പറയുന്നു. ഇതിന്റെ ആസ്ഥാനവും ന്യൂയോർക്ക് തന്നെയാണ്. സാമ്പത്തിക സാമൂഹ്യ സമിതിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ ഇതര സംഘടനയാണ്. 3 വർഷത്തേക്കാണ് കാലാവധി. അതായത് മനുഷ്യാവകാശ സംരക്ഷണം, വിദ്യാഭ്യാസ, സാംസ്കാരിക പുരോഗതി, സാമൂഹ്യ സാമ്പത്തികപരമായിട്ടൊക്കെ അതിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്ന സ്പെഷ്യൽ ഏജൻസികളാണ് യുനെസ്കോ, ILO, WHO, FAO. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉൾപ്പെട്ട ഏജൻസികൾ. മനുഷ്യാവകാശം സംരക്ഷിക്കാനുള്ള ഘടകം ഏതാണ്? പൊതുസഭയാണ്. അടുത്തത് സെക്രട്ടേറിയറ്റ് ആണ്. അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ അധിപനാണ് സെക്രട്ടറി ജനറൽ എന്നും പറഞ്ഞു. ഇതിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീ അല്ലേ, ട്രിഗ് ലീ. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആണ് ലൂയിസ് ഫെക്കറ്റ്. ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിലിലേക്ക് വരുവാണെങ്കിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ മലയാളം പരിരക്ഷണ സമിതി എന്ന് അറിയപ്പെടുന്നു. അതായത് UN-ന്റെ കാലഹരണപ്പെട്ട ഒരു ഘടകമാണ് പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. UN-ന്റെ കീഴിലുണ്ടായിരുന്ന ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിച്ചിരുന്ന സമിതിയാണ്. അതായത് 11 രാഷ്ട്രങ്ങളായിരുന്നു ട്രസ്റ്റികളായിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ 11 ട്രസ്റ്റികളും സ്വതന്ത്രമായതോടെ ഈ സമിതി ഒഴിവാക്കി. അപ്പം അവസാനത്തെ, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അവസാനത്തെ UN ട്രസ്റ്റ് പ്രദേശമായ പലാവു സ്വതന്ത്രമായതോടെ 1994 നവംബർ 1-നാണ് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ റദ്ദാക്കപ്പെടുന്നത്. അപ്പം അവസാന ട്രസ്റ്റിഷിപ്പിലെ അവസാനത്തെ പ്രദേശം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലാവു ആണ്. ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നാണ് ക്യാൻസലാക്കിയെന്ന് ചോദിച്ചാലും 1994 പലാവു സ്വതന്ത്രമായത് 1994 നവംബർ 1-നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ അടുത്ത ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുള്ള UN-ന്റെ ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം ഹേഗാണ്, നെതർലൻഡ്സിലെ ഹേഗാണ്. ഇനി ഒരു കോടതിയിൽ 15 ജഡ്ജിമാരാണ് ഉൾപ്പെടുന്നത്. 9 വർഷമാണ് ഈ ജഡ്ജിമാരുടെ കാലാവധി. ഇനി പൊതുസഭയും രക്ഷാസമിതിയും കൂടെ ചേർന്നിട്ടാണ് ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവാസുവ യുജി ആണ്. ഇവാസുവ യുജി. ഈ യുജി ജപ്പാൻകാരനാണ്. എന്നാൽ ദൽവീർ ഭണ്ഡാരി ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഒരു അംഗമാണ്. അതായത് 15 ജഡ്ജിമാരുണ്ടല്ലോ, അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് യുജി ആണ്. പക്ഷെ 15 അംഗത്തിൽ ഒരാൾ ഇന്ത്യക്കാരനായ ദൽവീർ ഭണ്ഡാരിയാണ്. ഇനി ഇന്ത്യക്കാരനായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിലവിൽ അംഗമായ ജഡ്ജ് ആരാന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ആദ്യം വരുന്നത് റോണി എബ്രഹാം ആയിരിക്കും. റോണി എബ്രഹാം എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിലവിലുള്ള ജഡ്ജാണ് റോണി എബ്രഹാം. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ളത് ദൽവീർ ഭണ്ഡാരിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായത് ജസ്റ്റിസ് BN റാവു ആണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് സ്ഥിരമായിട്ട് നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായത് ജസ്റ്റിസ് BN റാവു ആണ്. അതുപോലെ തന്നെ ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരനാണ് നാഗേന്ദ്ര സിംഗ്. പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗും ഇന്ത്യയിൽ നിന്ന് ആദ്യമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരാംഗമായത് ജസ്റ്റിസ് BN റാവുമാണ്. അതുപോലെ തന്നെ ഈ നീതിന്യായ കോടതിയുടെ പ്രസിഡന്റായ ആദ്യ വനിത എന്ന് പറയുന്നത് റോസ്ലിൻ ഹിഗിൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക.
ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് 1945 ഒക്ടോബർ 30-നാണെന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ഒപ്പിട്ടത് ആരാണ്? സർ രാമസ്വാമി മുതലിയാറാണ്. അതുപോലെ തന്നെ UNOയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ശശി തരൂർ UN സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അണ്ടർ സെക്രട്ടറി ആയിട്ടുണ്ട്. ഇനി UN പൊതുസഭയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ ഇന്ത്യൻ വനിതയാണ്, പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിതയും വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സ്ഥിരംഗമായത് ജസ്റ്റിസ് BN റാവു ആണ്. എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ നാഗേന്ദ്ര സിംഗ് ആണ്. എന്നാൽ നിലവിൽ പ്രസിഡന്റ് അല്ല, നിലവിൽ ഈ കോടതിയിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജായിട്ട് ഉള്ള ആളാണ്, ഇന്ത്യക്കാരനാണ് ദൽവീർ ഭണ്ഡാരി. ഇനി ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയിയാണ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് AB വാജ്പേയിയുമാണ്. ഇനി ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. മലയാളിയായ VK കൃഷ്ണമേനോൻ തുടർച്ചയായി 8 മണിക്കൂർ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ട് റെക്കോർഡ് നേടി. 1957 UN പ്രസംഗത്തിലെ വിഷയം എന്ന് പറയുന്നത് കാശ്മീർ പ്രശ്നമായിരുന്നു. ഇനി ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗൾ എന്ന് പറയുന്നത്. ഈ രാജ്കുമാരി അമൃത് കൗൾ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന വനിതകളിൽപ്പെട്ട ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു, ക്യാബിനറ്റ് അംഗമായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു. എയിംസ് ഡൽഹി കൊണ്ടുവന്നതും ഈ രാജ്കുമാരി അമൃത് കൗളാണ്. ഇനി UNൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. ശശി തരൂരിനെ പറ്റി പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളി കൂടിയാണ് ശശി തരൂർ. UN പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രം ലഗേ രഹോ മുന്നാഭായി ആണ്. അതുപോലെ തന്നെ നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്ന് പറയുന്നത് TS തിരുമൂർത്തിയാണ്. ഇതുകൊണ്ട് രണ്ടാമത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയിലെ ഐക്യരാഷ്ട്ര സംഘടനകളുടെ കുറച്ച് ഏജൻസികളും അല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, WTO, IMF പോലെയുള്ള, അതിനെപ്പറ്റിയാണ് മൂന്നാമത്തെ ഭാഗം. ഇനി നമ്മൾ UNലെ വേറെ ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്ന വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമാണ്. അതായത് ലോക ബാങ്കും പിന്നെ അന്താരാഷ്ട്ര നാണയനിധിയും എന്ന് പറയും. ഇത് രണ്ടും ഫോം ചെയ്തത് 1944 അമേരിക്കയിൽ വെച്ച് നടന്ന ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ രണ്ട്, വേൾഡ് ബാങ്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് അതിനെ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്നത്. ഇതിലെ അന്നത്തെ ഇതിൽ പങ്കെടുത്ത ഇന്ത്യക്കാരായിരുന്നു RK ഷൺമുഖ ഷെട്ടി, CD ദേശ്മുഖ്, BK മദൻ. ഈ 3 ഇന്ത്യക്കാരും അന്നത്തെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു 1944. എന്നിട്ട് ഫോം ചെയ്യുന്നത്, രൂപീകൃതമാകുന്നത് 1945 ഡിസംബർ 27-നാണ്. ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിഞ്ഞ് 1945. രണ്ടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ തന്നെയാണ്. ഇനി ഇതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. അജയ് ബംഗ എന്ന് പറയുന്ന ആള് മഹാരാഷ്ട്രയിൽ ജനിച്ച ഇന്ത്യൻ അമേരിക്കൻ ആണ്. ഓക്കെ, അജയ് ബംഗ. ഇനി ഈ അജയ് ബംഗയാണ് മാസ്റ്റർ കാർഡിൻ്റെ ഒക്കെ ഉണ്ടാക്കിയ ആള് എന്ന് തോന്നുന്നു. അടുത്തത് അതിൻ്റെ MD എന്ന് പറയുന്നത് എക്സൽ വാൻ ട്രോട്സെൻബർഗ് എന്നാണ്. CEO അൻഷുല കാന്താണ്. ഈ അൻഷുല കാന്ത് എന്ന് പറയുന്നത് ഇന്ത്യനാണ്. SBIയുടെ മുന്നത്തെ MD ആയിരുന്നു അൻഷുല കാന്ത്. അപ്പോൾ ഇതും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അജയ് ബംഗയും CEO അൻഷുല കാന്തും. ഇനി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് രൂപം കൊണ്ടത് 1945 ഡിസംബർ 27 തന്നെയാണ്. വാഷിങ്ടൺ ആണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ MD ക്രിസ്റ്റലീന ജോർജീവയാണ്. ഇനി അതിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി MD ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ, ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാണ് ഗീതാ ഗോപിനാഥ്. ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്നത് മലയാളിയാണ്. മലയാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കനാണ്, ഇപ്പോൾ ഇന്ത്യൻ അമേരിക്കനാണ്, കണ്ണൂരുകാരാണ്, ജനിച്ചത് കൽക്കട്ടയിലാണ്. അപ്പം അവരാണ് ഫസ്റ്റ്
ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ അവർ ജോലി ഉപേക്ഷിച്ച് പഠനം കണ്ടിന്യൂ ചെയ്യാൻ പേപ്പേഴ്സൊക്കെ ആയിട്ട് പോകും എന്നാണ് അവരുടെ ട്വിറ്ററിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്, ലോക വ്യാപാര സംഘടന. അന്താരാഷ്ട്ര വ്യാപാര നയങ്ങൾ രൂപവൽക്കരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 1995 ജനുവരി 1-നാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ജനുവരി 1-നാണ്. ഇത് നിലവിൽ വരാൻ കാരണം 1994 ഏപ്രിൽ 15-ന് മൊറോക്കോയിലെ മാരക്കേഷിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ വെച്ചാണ് ഈ സംഘടന രൂപം കൊണ്ടത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ആസ്ഥാനം. ഇനി ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാകുന്നത് 1995 ജനുവരി 1-നാണ്. നിലവിൽ 166 അംഗങ്ങളുണ്ട്. നിലവിലെ ഡയറക്ടർ ജനറൽ എൻഗോസി ഒകാഞ്ചോ ഇവാല എന്നാണ്. എൻഗോസി ഇവാല എന്ന് ഓർത്താൽ മതി. 2024 അംഗങ്ങളായ പുതിയ രാജ്യങ്ങളാണ് കൊമോറോസും തിമോർ ലെസ്തെ. ഈ കൊമോറോസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമാണ്. സൗത്ത് ആഫ്രിക്കയിലുള്ള രാജ്യമാണ് കൊമോറോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിമോർ ലെസ്തെ എന്ന് പറയുന്ന ഏഷ്യൻ രാജ്യമാണ്. ഇത് രണ്ടും 2024 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായി. ഇനി ഗാട്ട് കരാർ എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടായിരുന്നു. അതായത് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ആ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1947 ഒക്ടോബർ 30-നാണ് ഈ ഗാട്ട് കരാർ ഒപ്പുവെക്കുന്നത്. അങ്ങനെ 1948 ജനുവരി 1-ന് നിലവിൽ വന്ന ഈ കരാറിൽ ആദ്യം 23 രാജ്യങ്ങളൊക്കെ ഒപ്പുവെച്ചു. അതിനുശേഷമാണ് അത് WTO ആയി മാറുന്നത്. അടുത്തത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്, ഭക്ഷ്യ കാർഷിക സംഘടന എന്ന് പറയും. 1945 ഒക്ടോബർ 16-നാണ് നിലവിൽ വന്നത്. റോമാണ് ആസ്ഥാനം. റോമാണ്. അതായത് ലോകത്ത് പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് വന്ന പ്രധാന സംഘടനയാണ്. UNOയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ ആസ്ഥാനം റോമാണ്. അത് ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ആദ്യം രൂപം കൊണ്ട ഏജൻസിയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ആസ്ഥാനവും റോം തന്നെയാണ്. ഈ ഇന്റർനാഷണൽ IFAD ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റും ഈ ദാരിദ്ര്യം ഒഴിവാക്കുക, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ സംഘടനയെ ഉദ്ദേശിക്കുന്നത്. IFAD 1977-ലാണ് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഐക്യരാഷ്ട്രസഭ 1945 ഒക്ടോബർ 16-ന് ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചതിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അടുത്തത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. 1919 രൂപം കൊള്ളുന്നു. ജനീവയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് തൊഴിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക, നയങ്ങൾ വികസിപ്പിക്കുക, പിന്നെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാന്യമായ ജോലി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക. അതായത് മാന്യമായ ജോലിയല്ല, ജോലിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക എന്നതാണ് ലക്ഷ്യം. 1919-ലാണ് ജനീവയിലാണ് ആസ്ഥാനം. പിന്നെ ഇതൊരു ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേയൊരു UN ഏജൻസിയാണ്. അത് ഓർക്കണം. ത്രികക്ഷി ഭരണ സംവിധാനമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ വർഷം 1946-ലാണ് ഇത് അതായത് ഐക്യരാഷ്ട്രസഭ അതായത് UNO ഫോം ചെയ്യുന്ന 1945-ലാണ്. അപ്പോൾ അതിന് മുമ്പേ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യുന്നത് 1946-ലാണ്. പിന്നെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് 1969-ൽ. അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. 1948 ഏപ്രിൽ 7-നാണ് ഫോം ചെയ്ത്. ജനീവയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. നിലവിലത്തെ ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് ഗബ്രിയാസിസ്. അതുപോലെ ഏപ്രിൽ 7-നാണ് വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പിന്നെയുള്ള കാര്യം, രാജ്കുമാരി അമൃത് കൗൾ ആണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരനാണ് VN കൗൾ എന്ന് പറയുന്നത്. അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ
തെക്ക് കിഴക്കൻ ഏഷ്യൻ റീജിയണൽ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. 2024 ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. അതുപോലെ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണ് കോവിനെറ്റ് എന്ന് പറയുന്നത്. അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്, UNDP എന്ന് പറയും. 1965 ഫോം ചെയ്ത ആസ്ഥാനം ന്യൂയോർക്കാണ്. ഇത് അംഗരാജ്യങ്ങളുടെ മാനവശേഷിയും ജീവിത നിലവാരവും വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിച്ചിട്ട് ഇൻഡെക്സ് തയ്യാറാക്കുമല്ലോ, അതാണ് UNDP എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനം UNDP ആണ്. അതുപോലെ തന്നെ മാനവ വികസന സൂചി എന്ന ആശയത്തിന് രൂപം നൽകിയത് 1990. ഇനി UNDP മാനദണ്ഡമാക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സാക്ഷരത, ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. സാക്ഷരത ഒരു മെയിനാണ്, ആയുർദൈർഘ്യം മെയിനാണ്, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, ഇതൊക്കെയാണ്. ഇനി മാനവ വികസന റിപ്പോർട്ടിലെ ആമുഖം തയ്യാറാക്കുന്നതിൽ പങ്കുവച്ച പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. അടുത്ത ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം ആണ്, UNEP. 1972 ഫോം ചെയ്യുന്നു. നെയ്റോബി, കെനിയയിൽ നെയ്റോബിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. സെക്രട്ടറി ജനറൽ ഇംഗർ ആൻഡേഴ്സൺ ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ഇംഗർ ആൻഡേഴ്സൺ ആണ്. അടുത്ത യുനിസെഫ് ആണ്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് ഫുള്ള്. 1946 ഫോം ചെയ്യുന്നു. ന്യൂയോർക്ക് ആണ് ആസ്ഥാനം. ഈ യുനിസെഫ് ഫോം ചെയ്യുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ കെടുതികൾ അനുഭവിച്ച രാജ്യത്തിലെ കുട്ടികൾക്ക് ഭക്ഷണവും അടിസ്ഥാന സൗകര്യമൊക്കെ നൽകാൻ വേണ്ടി ആയിട്ടാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത്. ഇതിൽ 1965 നോബൽ സമ്മാനം ലഭിച്ചു. നിലവിലത്തെ എക്സിക്യൂട്ടീവ് ജനറൽ കാതറിൻ റസലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള അംബാസിഡേഴ്സ് ആണ് സച്ചിൻ ടെണ്ടുൽക്കർ, പ്രിയങ്ക ചോപ്ര, അമിതാഭ് ബച്ചൻ. നിലവിൽ 2024 അംബാസിഡർ, ഇന്ത്യയിൽ നിന്നുള്ള അംബാസിഡർ ആണ് കരീന കപൂർ, ഓർത്തിരിക്കുക. അടുത്ത ഓർഗനൈസേഷൻ യുനെസ്കോയാണ്, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ്. 1945 നവംബർ 16 രൂപം കൊള്ളുന്നത്. ഫ്രാൻസിലെ പാരീസ് ആണ് ആസ്ഥാനം. ഇനി യുനെസ്കോയിൽ 195 രാജ്യങ്ങളുണ്ട്. നിലവിലത്തെ ഡയറക്ടർ ജനറൽ ഓഡ്രെ അസോളയാണ്. ഓഡഡേ, ഈ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ആകുമ്പോൾ ഓടാൻ പറയുന്നത്, അപ്പോൾ ഓഡ്രെ അസോള അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലാണ് ഇത് യുനെസ്കോ പ്രവർത്തിക്കുന്നത്. പിന്നെ ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്നത് അന്താരാഷ്ട്ര സംഘടനയാണെന്ന് അറിയാം. ഇനി കലിംഗ പുരസ്കാരം നൽകുന്നത് അന്താരാഷ്ട്ര സംഘടന തന്നെയാണ്, യുനെസ്കോ തന്നെയാണ്. ഇനി കലിംഗ പുരസ്കാരം എന്ന് പറയുന്നത് സാധാരണക്കാരിലേക്ക് ശാസ്ത്രം, അത് സയൻസ് ഫലപ്രദമായി ആശയവിനിമയം നടത്തുകയും സയൻസിനെ ജനപ്രിയമാക്കുന്നതിൽ മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് യുനെസ്കോ നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് കലിംഗ പുരസ്കാരം. ഈ കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ജഗജിത്ത് സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സാഹിത്യ നഗര പദവി നൽകുന്ന സംഘടനയും ഈ യുനെസ്കോ തന്നെയാണ്. ഈ പദവി നേടിയ ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. പക്ഷേ ആദ്യ സാഹിത്യ നഗരം പദവി ലഭിച്ച നഗരം എഡിൻബർഗ്, ബ്രിട്ടനിലെ എഡിൻബർഗ് ആണ്. ഇനി 2019 സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച പാകിസ്ഥാനിലെ ലാഹോറാണ് കേട്ടോ. ഇനി യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ച ഇന്ത്യൻ നഗരമാണ് ഗ്വാളിയർ. അതും യുനെസ്കോ തന്നെയാണ് സംഗീത നഗര പദവി ലഭിച്ചത്, ഗ്വാളിയർ, മധ്യപ്രദേശ്. ഇനി യുനെസ്കോയുടെ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് നൽകുന്നത് യുനെസ്കോ തന്നെയാണ്. 2024 കിട്ടിയത് പാലസ്തീനിയൻ പത്രപ്രവർത്തകനാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ ബ്രാഗ മാനിഫെസ്റ്റോ എന്ന് പറയും. അതായത് 2022 യുനെസ്കോയുടെ ലോക കോൺഫറൻസ് അംഗീകരിച്ച മോണ്ടിയാട്ട് പ്രഖ്യാപനത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് സർഗാത്മക നഗരങ്ങൾക്കായി തയ്യാറാക്കിയ പ്രവർത്തന പദ്ധതിയാണ് ബ്രാഗ മാനിഫെസ്റ്റോ. സർഗാത്മക നഗരങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് വ്യക്തിപരവും സാംസ്കാരികവും കൂടിയാലോചിച്ചൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബ്രാഗ മാനിഫെസ്റ്റോയിൽ ഒപ്പിട്ട കോഴിക്കോട് മേയറാണ് ഡോക്ടർ ബീന ഫിലിപ്പ്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്ന ഒരു പ്രധാന ഓർഗനൈസേഷനാണ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. കാലാവസ്ഥ, ജലശാസ്ത്രം, ജിയോ ഫിസിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയാണ്. ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡാണ്. രൂപീകരിച്ചത് 1950 മാർച്ച് 23 ആണ്. അതുകൊണ്ട് മാർച്ച് 23
ലോക ജലദിന ലോക കാലാവസ്ഥ ദിനമായിട്ട് മാർച്ച് 23. ഇനി നിലവിലെ പ്രസിഡന്റ് അബ്ദുള്ള അഹമ്മദ് അൽ മാൻഡോസ് ആണ്, എഴുതിയിട്ടില്ല. നിലവിലെ സെക്രട്ടറി ജനറൽ സെലസ്റ്റെ സൗലോ ആണ്. ഈ സെലസ്റ്റെ സൗലോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആവുന്നത് സെലസ്റ്റെ സൗലോയാണ്. നിലവിലത്തെ പ്രസിഡന്റ് അബ്ദുള്ള അഹമ്മദ് അൽ മാൻഡോസ് ആണ്. ഇത്രയും ഉള്ളൂ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ഇനി കുറച്ച് ഓർഗനൈസേഷൻസിൻ്റെ പേര് മാത്രം നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കുക. നമുക്ക് നോക്കുമ്പോൾ എല്ലാം പ്രധാനപ്പെട്ടതായിട്ട് തോന്നും. നിങ്ങൾക്ക് ഇങ്ങനെ പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് നോക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നോക്കുക. ഇതിൽ 33ഓളം പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചാർട്ട് ഫോം ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടാൽ, കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.